ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. ഷിജു ബ്രദർ ഇല്ലേ ഇവിടെ? ആ ഒരു ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്യണം ഷിജു ബ്രദറെ. ഏത് ക്ലിപ്പാ ബ്രദറെ? ഞാൻ അവിടെ ഇട്ടത് ഏത് ക്ലിപ്പാണ്? ആ മുകളിൽ ഇട്ട ഒരു ക്ലിപ്പ് ഇല്ലേ, ഈ പരിച്ഛേദനയെ കുറിച്ച് ഒരുത്തം പറയുന്നത്? ഓക്കെ 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 ഓക്കെ, അപ്പൊ ഒന്ന് പറയാം. അതായത് ഒരു പുള്ളി ഒരു ജിഹാദി പറയുന്നതാണ്, ബൈബിളിൽ പരിച്ഛേദനയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വേദഭാഗം വായിച്ചിട്ട് എന്തോ അവന്റെ കിതാബിനകത്തുള്ള പോലെയാണ് അവൻ ഈ ഡയലോഗ് അടിക്കുന്നത്. വായിക്കുന്ന കേട്ടാ തോന്നും അവന്റെ പുസ്തകത്തിനകത്തുണ്ടെന്ന്. ഈ പുസ്തകം ബൈബിൾ തിരുത്തപ്പെട്ടു എന്ന് 24 മണിക്കൂറും പറഞ്ഞുകൊണ്ട് നടക്കുന്നവനാണ് ആ ജിഹാദി എന്ന് ഓർക്കണം. അങ്ങനെയുള്ളവനാണ്. അവന്റെ പുസ്തകത്തിനകത്ത് ഖുർആനിനകത്തൊന്ന് കാണിച്ചതാ, എവിടെയാണ് മക്കളെ നിങ്ങൾ ഈ ചെയ്യുന്ന ചേലാകർമ്മം, പരിച്ഛേദനയല്ല ചേലാകർമ്മം, അത് എവിടെയാണ് നിങ്ങളുടെ പുസ്തകത്തിനകത്ത് ഒന്ന് കാണിച്ചതാ? മുഹമ്മദ് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ഹദീസുകളിലെങ്കിലും ഒന്ന് കാണിച്ചതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബബ്ബ അടിക്കുമാര്. കാരണം അങ്ങനെ ഒന്നില്ല, കോപ്പിയടിയാണല്ലോ, ഫുള്ള് കോപ്പിയടിയാണ്. അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാർ ഈ അവർ പരിച്ഛേദന നടത്തുന്ന കണ്ടിട്ട് ഇവന്മാർ കോപ്പിയടിച്ചുണ്ടാക്കിയതാണ് ഈ ചേലാകർമ്മം. അപ്പോൾ ആ സംഗതി കോപ്പിയടി ആയതുകൊണ്ട് പുസ്തകത്തിനകത്തില്ല. പുസ്തകത്തിൽ നിന്ന് കാണിക്കാൻ പറഞ്ഞാൽ ഇവർക്കൊട്ട് കാണിക്കാൻ പറ്റില്ല. എന്നിട്ട് ഇവന്മാർ ഓടുകയാണ്, അതുവരെയ്ക്കും കൈ കടത്തി, കാല് കടത്തി, ഉടല് മുഴുവൻ കടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബൈബിളിലേക്ക് ഓടുകയാണ്. എന്നിട്ടുണ്ട് ബൈബിളിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കുന്നത്. അങ്ങനെ വായിച്ച് കേൾപ്പിക്കുന്ന സംഭവമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഇവന്മാർക്കൊക്കെ വേണ്ടി സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന വേറെ കുറേ എണ്ണമുണ്ട്, ജിഹാദി ഫണ്ടുമായി നടക്കുന്നവന്മാർ. ആ ജിഹാദി ലോറൻസ് ജിഹാദികളുടെ പിണിയാളാണ്. ആ ജിഹാദി ലോറൻസിൻ്റെ പിണിയാളായിട്ട് വേറെയും കുറേ എണ്ണമുണ്ട്. ആ മഹാരാഷ്ട്രയിൽ താമസിച്ചിട്ട് ഉത്തരാഖണ്ഡിലാണ് താനുള്ള ജീവിക്കുന്നതെന്ന് എഴുതി വെച്ചുകൊണ്ട് നടക്കുന്ന റിജിയും പിന്നെ അലിനെ പോലെയൊക്കെ ഉള്ളവർ. ഈ സകല എണ്ണവും ഇതേപോലത്തെ ഉടായ്പകൾ ഇവന്മാർ കാണിക്കുന്നത് കാണുകയില്ല. ഈ ജിഹാദികൾ കാണിക്കുന്ന ഒരു ഉടായ്പും കാണുകയില്ല. എന്നിട്ട് വെറുതെ നമ്മുടെ വെക്കിട്ട് കയറാനായിട്ട് വരും. ഉളുപ്പുണ്ടോ ജിഹാദി ലോറൻസ്? നിനക്കൊക്കെ ഉളുപ്പ് 7 അയലത്ത് കൂടി പോയിട്ടുണ്ടോ നിൻ്റെ? ഈ സ്വന്തം അനിയന്മാർ മുസ്ലിങ്ങളായി എന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി നീ ഈ ക്രിസ്ത്യാനികളെ ഒറ്റ കൊടുക്കാൻ നടക്കുന്ന നാണമില്ലേ നിനക്ക്? ജിഹാദി ഫണ്ട് വാങ്ങി നടക്കുന്ന അവൻ്റെ പിണിയാളുകളോടും കൂടിയാണ് ചോദിക്കുന്നത്, നാണമുണ്ടോ നിങ്ങൾക്ക്? കഷ്ടം തന്നെ. ഒന്ന് ഇങ്ങനെയുള്ളതിനൊക്കെ മറുപടി പറയാൻ നോക്ക്. അല്ല, മറുപടി പറയാൻ ബൈബിൾ അറിയണ്ടേ? ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയില്ലാത്ത ടീമുകളാണ്. ആ ഷിജു ബ്രദറെ കിട്ടിയാ? റെഡിയായോ? ഉടമ്പടി ഉണ്ടല്ലോ, ഞാൻ ആ ഉടമ്പടി ഒന്ന് വായിക്കാം. അത് വായിച്ചാൽ അതിൻ്റെ ഇത് മനസ്സിലാവും നിങ്ങൾക്ക്, ആ ഉടമ്പടിയുടെ ഇതെന്താണെന്ന്. ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചു, നീയും നിന്റെ സന്താനങ്ങളും തലമുറകളോളം എൻ്റെ ഉടമ്പടി പാലിക്കണം. നിങ്ങൾ പാലിക്കേണ്ട ഉടമ്പടി ഇതാണ്: നിങ്ങളിൽ പുരുഷന്മാരെല്ലാവരും പരിച്ഛേദന ചെയ്യണം. നിങ്ങൾ അഗ്രചർമ്മം ഛേദിക്കണം. ഞാനും നിങ്ങളുമായുള്ള ഉടമ്പടിയുടെ അടയാളമായിരിക്കും അത്. നിങ്ങൾ 8 ദിവസമായ ആൺകുട്ടികൾ പരിച്ഛേദന ചെയ്യണം. നിന്റെ വീട്ടിൽ പിറന്നവനോ നിന്റെ സന്താനങ്ങളിൽ പെടാത്ത വിലയ്ക്ക് വാങ്ങിയ പരദേശിയോ ആകട്ടെ, തലമുറയോളം എല്ലാ പുരുഷന്മാർക്കും പരിച്ഛേദന ചെയ്യപ്പെടണം. അങ്ങനെ എൻ്റെ ഉടമ്പടി നിന്റെ മാംസത്തിൽ ശാശ്വതമായ ഒരു ഉടമ്പടിയായി നിലനിൽക്കണം. പരിച്ഛേദനം ചെയ്യപ്പെടാത്ത പുരുഷനെ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളണം. അവൻ എൻ്റെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിന്ന് മനസ്സിലാവും ന്യായപ്രമാണത്തിൽ ഈ പറയുന്ന പരിച്ഛേദനയ്ക്കുള്ള വാല്യൂ എന്താണെന്ന്. എന്നിട്ട് പൗലോസ് പറഞ്ഞു വെക്കുകയാണെങ്കിൽ, പരിച്ഛേദന ചെയ്യുന്നവർക്ക് ന്യായപ്രമാണത്തിൽ ഒന്നുമില്ല. അതായത് ക്രിസ്തുവിലൊന്നുമില്ല എന്ന് പറയാണ്. അതായത് ഒരാൾ ന്യായപ്രമാണം ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ക്രിസ്തുവിലൂടെയുള്ള രക്ഷ കിട്ടിയിട്ടില്ല. ക്രിസ്തു രക്ഷകനാണ് എന്നുള്ളതിൽ മുസ്ലിങ്ങൾക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, കേട്ടല്ലോ അല്ലേ? കേട്ടു. ഇതാണ് ഈ ജിഹാദി പറയുന്നത്. ഇവൻ ഈ പറയുന്നത് കേട്ടതൊന്നും എന്താ അവന്റെ സ്വന്തം പ്രമാണത്തിൽ നിന്ന് എടുത്ത് വായിച്ചിട്ടാണ് തെളിയിക്കുന്നതെന്നാ. അവന്റെ വിശ്വാസത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അവന്റെ ദേഹത്തിനകത്ത് അവൻ വരുത്തിയിരിക്കുന്ന ഒരു മാറ്റത്തെക്കുറിച്ച് അവന്റെ പ്രമാണത്തിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ തരുന്ന ഉത്തരവാണ് ബൈബിളിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ബൈബിളിനകത്ത് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അതിൽ എന്ത് കാര്യം? ബൈബിളുമായിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യം? നിങ്ങളുടെ പുസ്തകം ഖുർആനും ഹദീസുകളുമല്ലേ? ബൈബിൾ തിരുത്തപ്പെട്ടു എന്നല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? അപ്പോൾ നിങ്ങളുടെ ഒരു ആവശ്യം വരുന്ന സമയത്ത് ഈ തിരുത്തപ്പെട്ട പുസ്തകത്തിലേക്ക് തന്നെ അതുവരേക്കും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന, തിരുത്തപ്പെട്ടതാണ്, കൈ കടത്തിയതാണ്, കാല് കടത്തിയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ പുസ്തകത്തിലേക്ക് തന്നെ വന്നിട്ട് നിങ്ങളുടെ ഈ പ്രാകൃത കർമ്മത്തിനെ ഒരു ന്യായീകരണം ചമയ്ക്കാൻ ഉളുപ്പില്ലേ ജിഹാദികളെ? നിങ്ങൾക്ക് നാണെന്ന് പറയുന്ന സാധനം നിങ്ങളുടെ 7 അയലത്ത് കൂടി പോയിട്ടുണ്ടോ? നമുക്ക് നോക്കാം. ഇവൻ ഈ പറഞ്ഞല്ലോ,
ഇവർ ഈ പറഞ്ഞ കാര്യം ഇവിടെ ആ വാക്യം വായിച്ചിട്ട് അവൻ പറഞ്ഞു പൗലോസ് ഈ പരിച്ഛേദന ഏൽക്കുന്നവർക്ക് ക്രിസ്തുവിലൊന്നുമില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറയുന്ന ഈ സംഗതിയെക്കുറിച്ച്, ഇത് എന്താണ് പരിച്ഛേദന എന്നുള്ള വിഷയത്തെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത്, അത് നമുക്ക് ആദ്യം നോക്കാം. അത് മാത്രമല്ല, ഇവൻ ഈ പറഞ്ഞതുപോലെ പൗലോസ് അപ്പോസ്തലൻ പരിച്ഛേദനയ്ക്ക് എതിരായിരുന്നോ എന്നുള്ള കാര്യം നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ മുസ്ലിങ്ങൾ ആചരിക്കുന്ന ചേലാകർമ്മം എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, ഇതിന് പരിച്ഛേദനയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ബൈബിൾ ഈ വിഷയത്തെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതാണ് പരിശോധിക്കാനായിട്ട് പോകുന്നത്. ഈ പരിച്ഛേദന എന്ന് പറയുന്ന നിയമം വരുന്നത് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് പ്രത്യക്ഷപ്പെട്ട് പറയുന്ന കാര്യമാണ്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ ഒന്നാമത്തെ വാക്യം മുതൽ വായിക്കാം. അബ്രാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം. എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. അപ്പോൾ അബ്രാം സാഷ്ടാംഗം വീണു. ദൈവം അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കയാൽ നിന്റെ പേർ അബ്രഹാം എന്നിരിക്കണം. ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും, നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എൻ്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിക്കും. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വതാവകാശമായി തരും. ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. ദൈവം പിന്നെയും അബ്രാമിനോട് അരുളി ചെയ്തത്, ഇവിടുന്ന് മുതലാണ് ഈ ഉടമ്പടിയുടെ ഇത് വരുന്നത്. പരിച്ഛേദനയുടെ ആ ഉടമ്പടി, പരിച്ഛേദന എന്ന് പറയുന്ന ആ ഉടമ്പടി അല്ലെങ്കിൽ ആ ഒരു നിയമം വരുന്നത് ഇവിടുന്ന് മുതലാണ്. ദൈവം പിന്നെയും അബ്രഹാമിനോട് അരുളി ചെയ്തത്, നീയും നിന്റെ ശേഷം തലമുറയായി നിന്റെ സന്തതിയും എൻ്റെ നിയമം പ്രമാണിക്കണം. എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യേയുള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എൻ്റെ നിയമം ആവിത്. നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം. നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. അത് എനിക്കും നിങ്ങൾക്കും മധ്യേയുള്ള നിയമത്തിൻ്റെ അടയാളമാകും. തലമുറയായി നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും 8 ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം. വീട്ടിൽ ജനിച്ച ദാസനായാലും നിന്റെ സന്തതിയല്ലാത്തവനായി അന്യനോട് വിലയ്ക്ക് വാങ്ങിയവനായാലും ശരി, നിന്റെ വീട്ടിൽ ജനിച്ച ദാസനും നീ വില കൊടുത്തു വാങ്ങിയവനും പരിച്ഛേദന ഏറ്റേ കഴിയൂ. എൻ്റെ നിയമം നിങ്ങളുടെ ദേഹത്തിൽ നിത്യനിയമമായിരിക്കണം. അഗ്രചർമ്മിയായ പുരുഷപ്രജയെ പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം, അവൻ എൻ്റെ നിയമം ലംഘിച്ചിരിക്കുന്നു. ഇതാണ് ഈ പരിച്ഛേദനയോട് ബന്ധപ്പെട്ടിട്ട് ദൈവം പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അബ്രഹാമിനും അബ്രഹാമിൻ്റെ ശേഷം അവൻ്റെ സന്തതിക്കും ദൈവത്തിനും മധ്യേയുള്ളത്. അബ്രഹാമിനും ദൈവത്തിനും മധ്യേയുള്ളത്, അബ്രഹാമിൻ്റെ സന്തതിക്കും ദൈവത്തിനും മധ്യേയുള്ളത്, അബ്രഹാമിൻ്റെ കാലശേഷം വരുമ്പോൾ അവരുടെ സന്തതി പരമ്പരകൾക്കൊക്കെ അവർക്കും ദൈവത്തിനും മധ്യേയുള്ളതുമായ ഒരു നിയമമാണ്. അവർ പ്രമാണിക്കേണ്ടതായ ഒരു നിയമമായിട്ടാണ് പരിച്ഛേദന എന്ന് പറയുന്ന സംഗതി ഇരിക്കുന്നത്. അപ്പം ഈ പരിച്ഛേദന എന്ന് പറയുന്ന ആ ഉടമ്പടിയിലെ വ്യവസ്ഥകൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഉൽപ്പത്തി പുസ്തകം 17-ന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, തലമുറയായി പുരുഷപ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം. പുരുഷപ്രജയൊക്കെയും, സ്ത്രീകൾക്ക് പരിച്ഛേദന ദൈവം പറഞ്ഞിട്ടില്ല, സ്ത്രീകൾക്ക് പരിച്ഛേദന കൊടുക്കേണ്ട കാര്യമില്ല. ഇനി ഉൽപ്പത്തി 17-ന്റെ 12-ൽ പറയുന്നു, 8-ാം ദിവസമാണ് പരിച്ഛേദന ഏൽക്കേണ്ടത്. ഇതും പ്രത്യേകം ശ്രദ്ധിക്കണം. 8-ാമത്തെ ദിവസമാണ് പരിച്ഛേദന ഏൽക്കേണ്ടത്. ഉൽപ്പത്തി 17-ന്റെ 12-ൽ പറയുന്നു, വീട്ടിലുള്ള എല്ലാ പുരുഷ സന്തതികളും പരിച്ഛേദന ഏൽക്കണം. അതായത് അബ്രഹാമിന്റെ വീട്ടിൽ അബ്രഹാമിന്റെ മകൻ മാത്രമല്ല, അബ്രഹാമിന്റെ ജോലിക്കാരായിട്ട് വേലക്കാരായിട്ടുള്ളവരുണ്ട്, ദാസിദാസന്മാർ. അന്ന് ഈ ദാസിദാസന്മാർ അവരുടെ ഈ യജമാന്റെ വീടുകളിൽ തന്നെ താമസിക്കുകയാണ് അവർ ചെയ്യുന്നത്. അവർ അവിടെ ജനിച്ചു വീഴുന്നത് ആ വീട്ടിലായിരിക്കും. വളർന്നവർക്ക് വിവാഹം കഴിച്ച് കുടുംബമൊക്കെ ആയിട്ട് അവിടെ തന്നെ ഇതിനകത്ത് തന്നെ താമസിക്കുന്നത്. അവരുടെ മക്കളും എല്ലാം അവിടെ തന്നെയാണത്. അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് ദൈവം പറയാണ്, നിന്റെ ഇവിടെയുള്ള ദാസിദാസന്മാരുടെയൊക്കെ പുരുഷപ്രജകൾ അവരെല്ലാവരും പരിച്ഛേദന ഏൽക്കണം. 17-ന്റെ 12. പിന്നെ ആ 17-ന്റെ 12-ൽ തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, പരിച്ഛേദന ഏൽക്കാത്തവനെ ജനത്തിൽ നിന്ന് പുറത്താക്കി കളയണം. അവനെ പിന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാൻ പാടില്ല, നിങ്ങളിൽ നിന്ന് പുറത്താണ് അവൻ. എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവനെ പുറത്താക്കി കളയണം. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇപ്പം ഇത് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യണ്ട എന്നുള്ള നിലയിൽ ഉദാസീനതയോടെ അനുവദിച്ചിരിക്കുന്നതായ ഒരു കാര്യമായിട്ടല്ല, മറിച്ച്
നിർബന്ധമായും അബ്രഹാമിൻ്റെ സന്തതികൾ അനുസരിക്കേണ്ട കൽപ്പനയായിട്ടാണ് ദൈവം ഇതിനെ അബ്രഹാമിന് കൊടുത്തത്. ഇതിലെ 1-ാം ദിവസം മുതൽ 7-ാം ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ 9-ാം ദിവസം മുതലുള്ള വേറെ ഏത് ദിവസത്തിലോ പരിച്ഛേദനയേറ്റാലും അത് പരിച്ഛേദനയാവുകയില്ല. അത് ദൈവിക നിയമത്തിനെതിരാണ്. കൃത്യം 8-ാമത്തെ ദിവസം തന്നെ പരിച്ഛേദനയേറ്റെങ്കിൽ മാത്രമേ അത് ന്യായപ്രമാണത്തിന്, ബൈബിളിൽ നൽകിയിരിക്കുന്ന, യഹോവയായ ദൈവം നൽകിയിരിക്കുന്ന ആ ന്യായപ്രമാണത്തിന് അനുസൃതമായ പരിച്ഛേദന ആവുകയുള്ളൂ. ഇനി ഇവിടെ ഈ പരിച്ഛേദന അവതരിപ്പിക്കാനുണ്ടായ പശ്ചാത്തലം അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ദൈവം അബ്രഹാമിനെ വിളിച്ച ആദ്യമേ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ വിളിക്കുന്നതായിട്ട് അവിടെ കാണുന്നില്ല. പക്ഷെ വിളിച്ചതിന്റെ പേരിലാണ് അവിടെ നിന്ന് പോകുന്നത്. അത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി പിന്നെ വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ അബ്രഹാമിന്റെ പിതാവ് തേരഹും അബ്രഹാമും ലോത്തും ഒക്കെ ആയിട്ട് അവരെല്ലാവരും പുറപ്പെട്ടു പോകുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വിളിച്ചത് പറയുന്നില്ല. പക്ഷേ സ്തെഫാനോസ് പ്രസംഗിക്കുമ്പോൾ സ്തെഫാനോസ് പറയുന്നുണ്ട്, നമ്മുടെ പിതാവായ അബ്രഹാം ഊരിൽ ഇരിക്കുന്ന സമയത്ത് തേജോമാനായ ദൈവം അവന് പ്രത്യക്ഷനായി ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം എന്ന് പറഞ്ഞു എന്ന് സ്തെഫാനോസ് പ്രസംഗിക്കുമ്പോൾ പറയുന്നുണ്ട്. അത് അപ്പോൾ ഇന്ന് നമുക്ക് മനസ്സിലാകുന്ന ആ 11-ാം അധ്യായത്തിൽ തന്നെ അത് സംഭവിച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടില്ല. ഏതായാലും അവിടുന്ന് അവർ പോരുകയാണ്. പിന്നെ എന്നിട്ട് ഹാരാനിൽ വന്ന് പാർക്കുന്നു. ഹാരാനിൽ കുറേ നാൾ താമസിച്ചു. തേരഹ അവിടെ വെച്ച് മരിച്ചു പോകുന്നു. പിന്നെ ഹാരാനിൽ നിന്ന് അവരവിടെ നിന്ന് വരുന്നു. ഹാരാനിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് തന്നെ അബ്രഹാമിന് 75 വയസ്സുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഈ കനാൻ നാട്ടിൽ വരുന്നു. അവിടെയും കുറേ നാൾ താമസിക്കുന്നു. ഈ സമയത്തൊന്നും ദൈവം അബ്രഹാമിനോട് പറയുന്നില്ല നീ പരിച്ഛേദന ഏൽക്കണം എന്നുള്ളൊരു കാര്യമേ പറയുന്നില്ല. എപ്പോഴാണ് പറയുന്നറിയോ? 99 വയസ്സായി കഴിഞ്ഞപ്പോഴാണ് യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായിട്ട് ഇത് പറയുന്നത്. 99 വയസ്സ്. ആ പശ്ചാത്തലം നമ്മൾ നോക്കണം. എന്തുകൊണ്ട് ദൈവം അത് പറഞ്ഞു? അതുവരെ പറയാതിരുന്നൊരു കാര്യം എന്തുകൊണ്ട് അപ്പോൾ ദൈവം പറഞ്ഞു എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കാണുന്നൊരു കാര്യം, സാറായിൽ നിന്ന് നിനക്കൊരു സന്തതി ഉണ്ടാകുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വസിച്ചിട്ട് തൻ്റെ ഭാര്യയായ സാറായിയുടെ വാക്കുകൾ അനുസരിച്ച് അവൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് അബ്രാം സാറായുടെ ദാസിയായ ഹാഗാറിൽ നിന്ന് ജഡപ്രകാരം ഒരു സന്തതിയെ, അതായത് ഇസ്മായേലിനെ ജനിപ്പിച്ചത് 86-ാമത്തെ വയസ്സിലാണ്. അത് ഉൽപ്പത്തി പുസ്തകം 16-16 നമ്മൾ വായിക്കുന്നുണ്ട്. 86-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് ഇസ്മായിൽ ജനിക്കുന്നു. അത് തൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ടിട്ടാണ്. ദൈവം പറഞ്ഞിരിക്കുന്നത് നിന്റെ ദാസിയിൽ നിനക്കൊരു സന്തതിയെ തരുമെന്നല്ല, നിന്റെ ഭാര്യയായ സാറായിൽ നിന്ന് നിനക്കൊരു മകനുണ്ടാകും എന്നാണ് ദൈവം വാഗ്ദാനം ചെയ്തിരുന്നത്. പക്ഷേ പ്രായം പിന്നെ അങ്ങോട്ട് നീണ്ടുപോവാണ്, മക്കളുണ്ടാവുമെന്ന് കാണുന്നില്ല. അപ്പോൾ അന്നത്തെ നാട്ടു നടപ്പനുസരിച്ചിട്ട് സാറായി ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് ഭർത്താവിന്. സാറായുടെ ദാസിയായ ഹാഗാറിലൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അത് യജമാനത്തിയുടെ കുഞ്ഞായിട്ടാണ്, സാറയുടെ കുഞ്ഞായിട്ട് പരിഗണിക്കപ്പെടും. അതുകൊണ്ട് നീ എൻ്റെ ദാസിയുടെ അടുക്കൽ ചെല്ലുമെന്നും പറഞ്ഞ് അത് അന്നത്തെ നാട്ടു നടപ്പാണ്. ആ കാര്യമാണ് സാറ പറയുന്നത്. സാറയുടെ വാക്ക് കേട്ടിട്ട്, ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് ജഡത്തിൽ ആശ്രയിച്ച് ജഡപ്രകാരം ഒരു സന്തതിയെ അബ്രഹാം ഉണ്ടാക്കി. ഇത് 86-ാമത്തെ വയസ്സിൽ. അതിനുശേഷം ഇത് അബ്രഹാമിൻ്റെ അവിശ്വസ്തതയാണ് വാസ്തവത്തിൽ. അബ്രഹാം ദൈവത്തിൻ്റെ വാക്ക് മുറുകെ പിടിച്ചുകൊണ്ട് എനിക്ക് നിന്നിൽ നിന്ന് തന്നെ ഒരു സന്തതിയെ തരുമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നിന്റെ വാക്ക് ഞാൻ കേൾക്കുന്നില്ല, നമുക്ക് ദൈവം എപ്പോഴാണ് ഒരു സന്തതി തരുന്നത് അപ്പോൾ തന്നാൽ മതിയെന്നും പറഞ്ഞ് അബ്രഹാം ദൈവത്തിൻ്റെ വാക്ക് മുറുകെ പിടിച്ച് ജീവിക്കേണ്ട ആളായിരുന്നു. പക്ഷെ അത് അബ്രഹാം കേട്ടില്ല. അബ്രഹാം ഭാര്യയുടെ വാക്ക് കേട്ടു. അപ്പോൾ അത് അവിശ്വസ്തത കാണിച്ചു. ഈ അവിശ്വസ്തതയ്ക്കുള്ള യഹോവയുടെ പ്രതികരണം എന്താണെന്ന് വെച്ചാൽ 13 വർഷം ദൈവം അബ്രഹാമിനോട് മിണ്ടാതിരുന്നു എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ ഈ 16-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം എന്ന് പറയുന്നത് ആ 16-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യമാണ്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത വാക്യം എന്ന് പറയുന്നത് 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ്. ആ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? അവിടെ പറയുന്നത് അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായ അവനോട് ഞാൻ സർവ്വശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക എന്ന് പറയുന്ന ആ കാര്യമാണ് നമ്മൾ നേരത്തെ വായിച്ചു കേട്ടത്. അപ്പോൾ ഈ അധ്യായങ്ങളും വാക്യങ്ങളൊക്കെ പിന്നെ തിരിച്ചതാണ്. മോശെ ഇത് എഴുതുന്ന സമയത്ത് ഒറ്റ തച്ചിനിരുന്ന് അങ്ങനെ എഴുതി വരികയാണ്. അപ്പോൾ നമ്മുടെ ഇന്ന് നമ്മുടെ കൈവശം ഉള്ളതിൽ ആ 16-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം കഴിഞ്ഞ് അടുത്തത് 17-1 വരുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും? ഹാഗാർ അബ്രഹാമിനെ ഇസ്മായിലിനെ പ്രസവിച്ചപ്പോൾ അബ്രഹാമിന് 86 വയസ്സായിരുന്നു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത വാക്യം അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി. ഒറ്റയടിക്കാണ് ആ വാക്യം വരുന്നത്. അപ്പോൾ അതിനിടയിലുള്ള 13 വർഷം ദൈവം ഒരു വിധത്തിലുള്ള ഇടപാടുകളും ഈ അബ്രഹാമുമായിട്ട് നടത്തിയില്ല. അബ്രഹാമിനോട് മിണ്ടാതെ മുഖം തിരിച്ചിരുന്നു 13 വർഷം. അബ്രഹാമായിട്ട് ധാരാളം പശ്ചാത്തപിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും. 13 കൊല്ലം ദൈവത്തിൽ നിന്നൊരു ഇടപെടലും ഇല്ലാതെ ഇരുന്നു. എന്നിട്ട് ദൈവം ഈ പ്രത്യക്ഷപ്പെട്ടിട്ട് അബ്രഹാമിനോട് ആദ്യം പറയുന്ന കാര്യം എന്താണ്? ആദ്യം പറയുന്നത് ഞാൻ സർവ്വശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക എന്നാണ് പറയുന്നത്. ഈ നിഷ്കളങ്കനായിരിക്കുക എന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്ന ആ ഹീബ്രു വാക്ക്, എബ്രായ പദം എന്താണെന്ന് വെച്ചാൽ താമീം എന്നുള്ളതാണ്.
ഈ താമീം എന്നുള്ള വാക്കിന്റെ അർത്ഥം കുറവുകളില്ലാത്തവനായിരിക്കുക, അപൂർണതയില്ലാത്തവനായിരിക്കുക, കളങ്കമൊന്നുമില്ലാത്തവനായിരിക്കുക എന്നാണ്. ഇതാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ യഹോവ തന്റെ നിയമത്തെ പറ്റി പറയുന്നതിന് മുമ്പേ അബ്രഹാമിനോട് ആവശ്യപ്പെടുന്നത് താൻ സർവശക്തിയുള്ള ദൈവമാകിയാൽ തന്റെ മുമ്പാകെ നടന്ന് കുറവുകളൊന്നുമില്ലാത്ത പൂർണ്ണതയുള്ള ഒരുവനായിരിക്കാനാണ് പറയുന്നത്. അപ്പൊ എന്തായിരുന്നു അബ്രഹാമിന്റെ അപൂർണത? അപൂർണത ഉള്ളത് കൊണ്ടാണല്ലോ നീ അപൂർണതയൊന്നും ഇല്ലാത്ത, കുറവുകളില്ലാത്തവനായിരിക്കുക, നിഷ്കളങ്കനായിരിക്കുക, പൂർണ്ണതയുള്ളവനായിരിക്കുക എന്ന് ആ താമീം എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. എന്തായിരുന്നു അബ്രഹാമിന്റെ അപൂർണത എന്ന് ചോദിച്ചാൽ അത് ദൈവത്തിന്റെ വാക്കുകളെ അവിശ്വസിച്ചു എന്നുള്ളതും, ജഡത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു സന്തതിയെ, ഭാര്യയുടെ വാക്ക് വിശ്വസിച്ച് അല്ലെങ്കിൽ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് ജഡത്തിൽ ആശ്രയിച്ച് ഒരു സന്തതിയെ ജനിപ്പിച്ചു എന്നുള്ളതുമാണ്. അതായത് ഇസ്മായിലിനെ ജനിപ്പിച്ച സമയത്ത് അബ്രഹാം നടന്നത് തന്റെയും ഭാര്യയുടെയും ഹിതത്തിനൊത്ത വണ്ണമാണ്, അല്ലെങ്കിൽ അവരുടെ ആ തന്ത്രങ്ങൾക്കനുസരിച്ചാണ്, നാട്ടുനടപ്പനുസരിച്ചിട്ടാണ്, അല്ലാതെ ദൈവഹിത പ്രകാരമല്ല, ദൈവത്തിന്റെ കൽപ്പന പ്രകാരവുമല്ല. അപ്പൊ അതുകൊണ്ടാണ് ദൈവം പറയുന്നത് 99 വയസ്സ് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. ആ സർവശക്തിയുള്ള ദൈവം എന്ന് പറയുന്ന ആ വാക്ക് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് ഇവിടെയാണ്. അപ്പൊ അതിന്റെ സാരം ഇതാണ്: 99 വയസ്സുള്ള നിനക്കും 89 വയസ്സുള്ള നിന്റെ ഭാര്യയ്ക്കും ഒരു സന്തതിയെ തരുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവമാണ് ഞാൻ. അതാണ് ദൈവം പറഞ്ഞ എൻ്റെ സാരം. ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു എന്ന് പറയുന്നത്. ഈ പ്രായത്തിൽ നിനക്കിപ്പോൾ 100 വയസ്സാകാനായി, നിന്റെ ഭാര്യയ്ക്കാണെങ്കിൽ ഇപ്പൊ 89 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നുണ്ട് സന്താനോൽപാദനത്തിന് ശക്തിയില്ലാത്ത പ്രായമായി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ പഴയ നിയമത്തിൽ തന്നെ അത് പറയുന്നുണ്ട്, സ്ത്രീകൾക്കുള്ള പതിവ് സാറയ്ക്ക് നിന്ന് പോയിരുന്നു, മെൻസസ് പീരീഡ്സ് ഇല്ല, അത് നിന്നുപോയി, അത്രയും വാർദ്ധക്യത്തിലെത്തി. അപ്പോൾ അത് നിന്നുപോയ സ്ഥിതിക്ക് ഇനി മക്കളുണ്ടാവുകയില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥിതിയിലെത്തിയിട്ട് സന്താനോൽപാദനത്തിനുള്ള ശേഷി പൂർണ്ണമായിട്ടും നിന്നുപോയിട്ടും ദൈവം പറയാണ്, ഈ അവസ്ഥയിലും നിനക്ക് കുഞ്ഞുങ്ങളെ തരാൻ എനിക്ക് കഴിയും, അതിനുള്ള ശക്തി എനിക്കുണ്ട്. അതാണ് അവിടെ ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു എന്ന് പറഞ്ഞതിൻ്റെ ആശയം. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ളൊരു ദൈവമായതുകൊണ്ട് 99 വയസ്സുള്ള നിനക്കും 89 വയസ്സുള്ള നിന്റെ ഭാര്യയ്ക്കും ഒരു സന്തതിയെ തരുവാൻ തക്കവണ്ണം സർവശക്തിയുള്ള ദൈവമായതുകൊണ്ട് നീ ഇനിയെങ്കിലും ജഡത്തിൽ ആശ്രയിക്കാതെ പരിപൂർണമായി എന്നിൽ ആശ്രയിച്ച് നടക്കുക. അതാണ് നീ കുറവുകളില്ലാത്തവനായിരിക്കുക, അല്ലെങ്കിൽ നിഷ്കളങ്കനായിരിക്കുക എന്നൊക്കെ പറഞ്ഞതിൻ്റെ സാരം. മനസ്സിലായോ? നീ ജഡത്തിൽ ആശ്രയിച്ച്, ഭാര്യയുടെയൊക്കെ വാക്ക് കേട്ടിട്ട് ജഡത്തിൽ ആശ്രയിച്ച് അത് വിശ്വസിച്ച് അങ്ങനെ നടക്കാതെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ നീ അടിയുറച്ച് വിശ്വസിച്ച് എൻ്റെ മുമ്പാകെ നീ നടക്കുക. ഇതാണ് ദൈവം പറയുന്നത്. അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം തുടർന്ന് ബാക്കിയുള്ള എന്തുകൊണ്ട് ദൈവം ഈ നിയമം കൊടുത്തു എന്നുള്ളത് അറിയേണ്ടത്. ദൈവം ഇത് എന്തുകൊണ്ട് ആദ്യമേ കൊടുത്തില്ല, ഈ സമയത്ത് കൊടുത്തത് ഈ ഒരു ശിക്ഷയായിട്ടും കൂടിയാണ് വാസ്തവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഈ പരിച്ഛേദന എന്ന് പറയുന്ന ആ ലിംഗാഗ്രഭാഗത്തെ ആ തൊലി പോകുന്നത് വാസ്തവത്തിൽ ഒരു പുരുഷനെ സംബന്ധിച്ച് ലൈംഗിക ബന്ധത്തിൽ അവന് അധികം സുഖം കിട്ടുന്ന കേസല്ല. അവന് മാത്രമല്ല, സ്ത്രീക്കും അത് അങ്ങനെയുള്ളതല്ല. അത് ഇത് ചെയ്തിട്ടുള്ള ആളുകൾ ഞാൻ ഈ ഫേസ്ബുക്കിലെ ചർച്ചകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ഇതിനോട് ബന്ധപ്പെട്ടിട്ടൊന്നുമല്ല. ഇസ്ലാം മതം വിട്ടുപോയ ആളുകൾ, എക്സ് മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളൊക്കെ അവിടെ ചില ചർച്ചയിൽ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ലിംഗാഗ്രചർമ്മം ഉള്ളവർക്ക് ഇതില്ലാത്തവരെങ്ങനെയാണ് അവർ ബന്ധപ്പെടുന്ന സമയത്ത് എങ്ങനെയാണുള്ളതെന്ന് അവർക്കറിയില്ലല്ലോ. ഇത് ചെറുപ്പത്തിലെ ഇത് മുറിഞ്ഞു പോയ ആൾക്കാർക്കും ഇതെങ്ങനെയാണ് ലിംഗാഗ്ര ചർമ്മത്തോടുകൂടി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളത് അവർക്കും അറിയില്ല. പക്ഷെ ചില ആളുകൾ, അതായത് വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ എന്തെങ്കിലും രോഗത്തിൻ്റെ ഫലമായിട്ടോ മറ്റേതെങ്കിലും തരത്തിലോ ഒക്കെ ലിംഗാഗ്ര ചർമ്മം ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ വന്ന് അവിടെ കമൻസ് ഇടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരെല്ലാവരും പറഞ്ഞിരിക്കുന്നത്, ഏകസ്വരത്തിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ഇതിന് ശേഷം ലൈംഗിക ജീവിതം ആദ്യത്തേതുപോലെ അത്ര സുഖപ്രദമായിരുന്നില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ആ തൊലി, അത് ദൈവം അതൊരു പ്രത്യേക രീതിയിലാണ് പുരുഷൻ്റെ അവയവത്തിന് ആ തൊലി അങ്ങനെ വെച്ചിരിക്കുന്നത്. ആ തൊലി പോയി കഴിയുമ്പോൾ പിന്നെ ഇതൊരു വാഷ് പോലെയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. വാഷ് പോലെയാകുന്ന സമയത്ത് ഈ ലൈംഗിക വീഴ്ചയുടെ സമയത്ത് സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് ഊറി വരുന്ന സ്രവം ഉണ്ടല്ലോ, ആ സ്രവം മുഴുവൻ ഇത് പുറത്ത് കളഞ്ഞുകൊണ്ടിരിക്കും. ആ പുരുഷന്റെ അഗ്രഭാഗം ഉണ്ടല്ലോ, ആ മകുടം, ഇതെല്ലാം ഇത് പുറത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അകത്ത് ഡ്രൈ ആയിരിക്കും. ആ ഡ്രൈ ആയ ഒരു അവസ്ഥയിലാക്കുമ്പോൾ അത് രണ്ടു കൂട്ടർക്കും അത് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. അതേസമയം തൊലിക്കകത്താണ് ഈ ലിംഗം ഇരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളൊരു സംഭവിക്കുന്നില്ല അത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവമാണ് ഇതൊക്കെ. ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങളൊക്കെ ചില ഡോക്ടേഴ്സ് അവരൊക്കെ വന്ന് ആ ചർച്ചയിൽ 1-2 ചർച്ചയൊന്നുമല്ല, ഇത് കുറേ പല പ്രാവശ്യം പല ഇതിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. ആ കമൻസുകളെല്ലാം ഞാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ ചർച്ചയിൽ ഇടപെട്ടിട്ടൊന്നുമില്ല.
എന്താണ് പറയുന്നത് വായിച്ചു നോക്കുകയാണ് ചെയ്തത്. അപ്പോഴാണ് എനിക്കത് കൃത്യമായിട്ട് മനസ്സിലായത് ഈ സംഗതി ഇതൊരു ശിക്ഷ കൂടിയാണ്, അബ്രഹാമിനെ കൊടുത്ത ഇത് ഒരു ശിക്ഷ കൂടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്രഹാം ഇവിടെ ജഡത്തിൽ ആശ്രയിച്ചിട്ടാണ് ഒരു കാര്യം ചെയ്തിരിക്കുന്നത്, ജഡത്തിൽ ആശ്രയിച്ചിട്ടൊരു കാര്യം ചെയ്തു. അപ്പോൾ അതിൻ്റെ ശിക്ഷയായിട്ട് തന്നെ അത് ഒരു ഉടമ്പടി അങ്ങ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ വേറൊരു കാര്യം കൂടി ഇതുണ്ട്, നമുക്കതിൽ വരുന്നതിനേക്കാൾ മുമ്പേ ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയാം. ഈ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 12 വരെയുള്ള ആ വേദഭാഗത്ത് ദൈവം അബ്രഹാമിനോട് ചെയ്ത നിയമത്തിന്റെ വ്യവസ്ഥകളാണ് പറയുന്നത്. പക്ഷെ അപ്പോൾ തന്നെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അബ്രഹാമിനോട് അവിടെ വെച്ചൊരു നിയമം ചെയ്യുന്നുണ്ട്, പരിച്ഛേദന എന്ന് പറയുന്ന ഒരു നിയമം ചെയ്യുന്നുണ്ടെങ്കിലും അബ്രഹാമിന്റെ സന്തതിയുമായിട്ട് ചെയ്യാൻ പോകുന്നതാണ് നിത്യനിയമം എന്ന് ദൈവം അവിടെ പറയുന്നുണ്ട്. നിത്യനിയമം 7-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എൻ്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിക്കും. അപ്പം നിന്റെ സന്തതിയുമായിട്ടാണ് ഞാൻ നിത്യനിയമം ചെയ്യാൻ പോകുന്നത്. ആ സന്തതി എന്ന് പറയുന്നത് ഇസ്ഹാക്കോ ഇസ്മായിലോ ഇസ്ഹാക്കോ അല്ല, പിന്നെ ആരാണ്? ക്രിസ്തുവാണ്. അത് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നുണ്ട്. സന്തതികൾക്കും എന്ന അനേകരെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്, സന്തതി എന്ന ഏകനെ കുറിച്ച് അത്രേ പറഞ്ഞത്, അത് ക്രിസ്തു തന്നെ എന്ന് പറയുന്നുണ്ട് ഗലാത്യ ലേഖനത്തിൽ. അപ്പോൾ ഇവിടെ തന്നെ ക്രിസ്തുവുമായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു നിത്യനിയമത്തിനെ കുറിച്ചും ദൈവം ഇവിടെ പറയുന്നുണ്ട്. അപ്പം ഇതിലെ അബ്രഹാമുമായിട്ട് ചെയ്യുന്ന ആ നിയമത്തിന്റെ അടയാളമായിട്ടാണ് യഹോവ എന്ത് ചെയ്യുന്നത്? പരിച്ഛേദന എന്ന് പറയുന്ന ആ നിയമം കൊടുക്കുന്നത്. ആ 17-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ, നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം, അത് എനിക്കും നിങ്ങൾക്കും മധ്യേയുള്ള നിയമത്തിന്റെ അടയാളമാകും. അത് നിയമത്തിന്റെ അടയാളമായിട്ടാണ് ദൈവം അത് കൊടുത്തിരിക്കുന്നത്, അബ്രഹാമുമായിട്ട് ചെയ്ത ഉടമ്പടിയുടെ അടയാളമായിട്ട്. എന്നാൽ അബ്രഹാമിന്റെ സന്തതിയുമായിട്ട് ചെയ്യാൻ പോകുന്ന നിത്യനിയമത്തിന്റെ അടയാളം പരിച്ഛേദനയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ പുരുഷന്റെ ലിംഗാഗ്രഭാഗത്തെ ചർമ്മം ഛേദിച്ച് കളയുന്നതാണല്ലോ പരിച്ഛേദന. അതിലൂടെ എന്താണ് ആ വ്യക്തി പറയുന്നതെന്ന് വെച്ചാൽ, ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കേണ്ടതിന് ഞാൻ എൻ്റെ ജഡമോഹത്തെ ഒഴിവാക്കുകയും ജഡത്തിൽ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പരിച്ഛേദനയുടെ ആത്മീയ അർത്ഥം എന്ന് പറയുന്നത്. അതായത് കേവലം ഒരു കഷ്ണം മാംസം അല്ലെങ്കിൽ ഒരു തൊലി അങ്ങ് കട്ടിച്ച് കളയുന്നതല്ല, അതിലൊരു ദൈവവുമായിട്ട് അവൻ ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ്. ആ ഉടമ്പടി ഇതാണ്, എന്താണ്? ഞാൻ ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കും, അതിനുവേണ്ടി ഞാൻ എൻ്റെ ജഡമോഹങ്ങളിൽ ആശ്രയിക്കുന്നില്ല. എനിക്കിതിൽ നിന്ന് ലഭിക്കുന്ന ലൈംഗികമായിട്ട് എനിക്ക് ലഭിക്കുന്ന ആ സുഖം കുറയും, പക്ഷെ കുറഞ്ഞാലും കുഴപ്പമില്ല, ഞാനത് ദൈവത്തിന് വേണ്ടി ഞാൻ ആ സുഖം ത്യജിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് അതിൻ്റെ ആത്മീയമായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത്. പിന്നെ ഇതാണെന്ന് അബ്രഹാമിനോട് പറഞ്ഞത്. മക്കളെല്ലാവരും 8-ാം ദിവസം ഇത് ചെയ്യണമെന്ന് പറയുന്നത്, 8-ാം ദിവസത്തിനും ഒരു പ്രത്യേകതയുണ്ട്. 7 ദിവസം എന്ന് പറയുന്നത്, ഒരു കുഞ്ഞ് ജനിച്ചു 7 ദിവസമായി എന്ന് പറഞ്ഞാൽ ഒരാഴ്ച അവിടെ പൂർത്തിയായി. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത പുതിയ ആഴ്ചയിലേക്ക് കടക്കുകയാണ്. 8-ാം ദിവസം എന്ന് പറയുന്നത് പുതിയ ഒരാഴ്ച ആരംഭിക്കുകയാണല്ലോ. അപ്പോൾ ഒരു പുതിയ ജീവിതത്തെ ചൂണ്ടിക്കാണിക്കുന്ന പുതിയ ആഴ്ചയിലേക്ക് ആ പഴയത് കഴിഞ്ഞ് പോയിട്ട് പുതിയതിലേക്ക് അവൻ പ്രവേശിക്കുകയാണ്. അപ്പോൾ ആ പുതിയതിലേക്ക് അവൻ പ്രവേശിക്കുമ്പോൾ ഒരു ദൈവവുമായിട്ടുള്ള ഒരു നിയമബന്ധത്തിലൂടെ അവൻ ആ പുതിയതിലേക്ക് കടക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് 8-ാം ദിവസം തന്നെ പരിച്ഛേദന ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് കേവലം ശരീരത്തിന്റെ ഒരു അവയവത്തിൽ നിന്ന് കുറച്ച് തൊലി നീക്കിക്കളയുന്ന പ്രക്രിയയായിട്ടല്ല, മറിച്ച് ദൈവവുമായി ചെയ്യുന്ന ഒരു ഉടമ്പടി എന്ന നിലയിലാണ് പരിച്ഛേദനയെ കാണേണ്ടത്. പക്ഷേ ഇസ്രായേൽ ജനം ഇത് കൃത്യമായിട്ട് ഇതിന്റെ ആത്മീയാർത്ഥം ഒന്നും ശരിയായിട്ട് മനസ്സിലാക്കിയില്ല. അവര് ഈ പരിച്ഛേദന ചെയ്ത ജനമായിരുന്നിട്ടും പിന്നെ എന്ത് ചെയ്തു? ഈ ലൈംഗികതയുടേതായ എല്ലാ അതിപ്രസരത്തിലും മുഴുകി. അത് ഈ അന്യദൈവങ്ങളെ പൂജിച്ച് നടന്ന സമയത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അന്യദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്ത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായ എല്ലാ ദൈവങ്ങളും, ഈ ജാതീയ ദൈവങ്ങളെല്ലാം ഈ ലൈംഗിക ദുർമാർഗത്തിന്റെ അല്ലെങ്കിൽ ദുഷ്കാമത്തിന്റെ ആത്മാക്കളാൽ ബാധിക്കപ്പെട്ട ടീമുകളായിരുന്നു എല്ലാവരും. ഇതിനെ പൂജിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളെല്ലാം അതിനകത്ത് പെട്ടുപോയിട്ടുണ്ട്. എല്ലാവിധമായ ലൈംഗിക അരാജകത്വവും ഇസ്രായേലിൻ്റെ അകത്തും പിൽക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് പ്രവാചകന്മാർ അതിനെ ശക്തമായിട്ട് ശാസിക്കുന്നുമുണ്ട്. അപ്പം ഇത് ദൈവം പറഞ്ഞിട്ടുണ്ട്. ആവർത്തന പുസ്തകത്തിൽ മോശയിലൂടെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് കേവലം ഈ ലിംഗാഗ്രഭാഗത്തു നിന്നുള്ള തൊലിയല്ല ശരിക്കും കളയേണ്ടത്, മറിച്ച് ഹൃദയത്തിന്റെ അഗ്രഭാഗത്തെ തൊലി കളയണമെന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അകത്താണ്. പുറത്തേക്കൊരു തൊലി കഷ്ണം കളഞ്ഞാലും കളഞ്ഞില്ലെങ്കിൽ അകത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു സംഗതിയുണ്ട്. ദൈവത്തിന് വേണ്ടി ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുന്നു എന്ന് പറയുന്നൊരു സംഗതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ മനസ്സിലാണ് അവൻ ആ തീരുമാനം എടുക്കുന്നത്. ഞാൻ ദൈവത്തിന് വേണ്ടി ഇന്ന കാര്യങ്ങൾ ഞാൻ വേണ്ടെന്ന് വെക്കുന്നു, ദൈവത്തിന് ഇഷ്ടമില്ലാത്തതെല്ലാം ഞാൻ വേണ്ടെന്ന് വെക്കുന്നു,
ദൈവത്തിൻ്റെ വഴികളിലൂടെ ഞാൻ നടക്കും, ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ളത് ഞാൻ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തീരുമാനമെടുക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അതിനെയാണ് ഹൃദയത്തിൻ്റെ പരിച്ഛേദന എന്ന് പറയുന്നത്. ഇത് ഞാൻ ആ വാക്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, നിയമാവർത്തനം 10:16 വാക്യം. ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുവിൻ, ഇനിമേൽ ദുശാഠ്യമുള്ളവരാകരുത്. അപ്പോൾ ഇവിടെ മോശെ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. ഏത് ലിംഗത്തിന്റെ അഗ്രഭാഗം പരിച്ഛേദന ചെയ്ത ടീമാണ് ഇവർ. ആവർത്തന പുസ്തകത്തിലുള്ളവരിൽ എല്ലാവരും അങ്ങനെയല്ല. ഇത് പറയുന്ന സമയത്ത് ലിംഗാഗ്രം പരിച്ഛേദന ചെയ്യാത്ത കുറെ ആൾക്കാർ അതിനകത്തുണ്ട്. കാരണം മരുഭൂമിയിൽ വെച്ച് 40 വർഷക്കാലത്ത് മോശെ ഒരാളെയും പരിച്ഛേദന ചെയ്യാൻ സമ്മതിച്ചില്ല. ഈ മരുഭൂമിയിൽ ഇവർ 38 വർഷക്കാലം അനുസരണക്കേടിന്റെ ഫലമായിട്ട് അലഞ്ഞിരിഞ്ഞ് നടക്കുകയായിരുന്നല്ലോ. ആ അനുസരണക്കേടിന്റെ കാലത്ത് ജനിച്ച ഒറ്റൊരുത്തനെയും മോശ എന്ത് ചെയ്തില്ല, പരിച്ഛേദന ചെയ്യണമെന്ന് പറഞ്ഞു. പരിച്ഛേദന ചെയ്യിപ്പിച്ചേയില്ല. കാരണം ശരീരത്തിലൊരു മുറിവ് വരുത്തുന്നതല്ല, ഹൃദയത്തിൽ ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് വരുന്നത്. അതില്ല. ഇവര് അനുസരണക്കേടാണ്. ദൈവം പറയുന്നത് കേൾക്കാതെ അനുസരിക്കാതെ അവരവർ തോന്നിയ വഴികളിൽ നടക്കുകയാണ്. അങ്ങനെ നടക്കുന്ന ഈ ടീമുകൾ ശരീരത്തിലൊരു മുറിവ് ഉണ്ടാക്കിയതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നുള്ളതുകൊണ്ടാണ് മോശ പറഞ്ഞത് ഒരുത്തനെ ഈ സമയത്ത് ജനിക്കുന്ന ഒറ്റൊരുത്തനെയും പരിച്ഛേദന കഴിപ്പിക്കരുതെന്ന് പറഞ്ഞു. പിന്നെ ഇവരെ യോശുവയാണ് പരിച്ഛേദന കഴിപ്പിക്കുന്നത്. യോശുവയുടെ പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാരണം കൊണ്ട് മോശ പറയാണ്, ആവർത്തന പുസ്തകം 10:16 പറയാണ്, ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുവിൻ, ഇനിമേൽ നിങ്ങൾ ദുശാഠ്യമുള്ളവരാകരുത്. അത് കഴിഞ്ഞ് ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, അവിടെ പറയുന്നത്, നീ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും. അപ്പോൾ ഹൃദയത്തിന്റെ പരിച്ഛേദന ദൈവം ചെയ്യുമെന്നാണ് പറയുന്നത്. അത് ക്രിസ്തുവിലാണ് നിവൃത്തിയിരിച്ചിരിക്കുന്നത്. അത് പൗലോസ് അപ്പോസ്തലൻ അത് കൊലോസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചവരാണ് നമ്മളെന്ന് പറയുന്നുണ്ട്. കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന എന്ന് പറയുമ്പോൾ അകത്ത് നടക്കുന്ന സംഭവമാണ്. ഹൃദയത്തിന്റെ പരിച്ഛേദനയെ കുറിച്ചാണ് പറയുന്നത്. അത് ക്രിസ്തുവിൽ നമുക്കത് ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ആവർത്തനം 30:6 പറയുന്നത്, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സ്നേഹിപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും. ഇത് പിന്നീട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സംഭവിച്ച കാര്യമാണ്. ഇനി യിരെമ്യാ പ്രവാചകൻ യിരെമ്യാവ് 4:4 യിരെമ്യാവ് പറയുന്നുണ്ട്, ഇസ്രായേൽ ജനം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, യിരെമ്യാവ്, യെഹെസ്കേല്, യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേലിന്റെ ആ കാലഘട്ടമൊക്കെ എന്ന് പറയുന്നത് ഇസ്രായേൽ ജനം എല്ലാവിധമായ അധാർമികതകളിലും മുഴുകി അന്യദൈവങ്ങളെയൊക്കെ ആരാധിച്ച് അവരുടെ എല്ലാ കൊള്ളരുതായ്മകളും, കുഞ്ഞുങ്ങളെ ബലിയർപ്പിക്കുന്നതടക്കമുള്ള എല്ലാ കൊള്ളരുതായ്മകളും, അതുപോലെ ലൈംഗികമായിട്ടുള്ള എല്ലാ അരാജകത്വവും ഇതെല്ലാമായിട്ട് ജീവിക്കുന്ന ആ ഒരു സമയമാണ്. ആ സമയത്താണ് യിരെമ്യാവ് പറയുന്നത്. യിരെമ്യാവ് 4:4 യഹൂദ പുരുഷന്മാരും യെരുശലേം നിവാസികളുമായുള്ളവരെ, നിങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം എൻ്റെ കോപം തീ പോലെ ജ്വലിച്ച് ആർക്കും കെടുത്തുകൂടാതെ വണ്ണം കത്താതിരിക്കേണ്ടതിന് നിങ്ങളെ തന്നെ യഹോവയ്ക്കായി പരിച്ഛേദന ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം നീക്കിക്കളയുവിൻ. അപ്പം ഇവരെല്ലാം പരിച്ഛേദന ചെയ്ത ടീമുകളാണ് കേട്ടോ. ഇവരുടെ ലിംഗാഗ്രം നീക്കിക്കളഞ്ഞിട്ടുള്ള ടീമുകളാണ്, ലിംഗാഗ്രചർമ്മം നീക്കിക്കളഞ്ഞ ടീമുകൾ. അവരോട് പറയുകയാണ്, നിങ്ങളെ തന്നെ യഹോവയ്ക്കായി പരിച്ഛേദന ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം നീക്കിക്കളാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പുറമേ ഈ ലിംഗത്തിന്റെ അഗ്രത്തിൽ നിന്ന് തൊലിക്കഷ്ണം നീക്കിക്കളഞ്ഞുകൊണ്ടല്ല കാര്യം. അത് നീക്കിക്കളഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നിയ പോലെ നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന പറയുന്നത് അതല്ല. നിങ്ങൾ ഹൃദയത്തിന്റെ അഗ്രചർമ്മം നിങ്ങൾ പരിച്ഛേദന ചെയ്യണം എന്ന് വെച്ചാൽ ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയിലേക്ക് നിങ്ങൾ കടന്ന് ദൈവത്തിന് വേണ്ടി ഈ നിങ്ങൾ എന്ത് ചെയ്യണം, ചില തീരുമാനങ്ങൾ എടുക്കുകയാണ്. ഞാൻ ഇനി മുതൽ എൻ്റെ തോന്നിയ വഴിക്ക് ഞാൻ നടക്കുകയില്ല, ദൈവത്തിൻ്റെ ഹിതപ്രകാരമേ ജീവിക്കുകയുള്ളൂ, ദൈവത്തിന് വേണ്ടി ഞാൻ എൻ്റെ ജഡസുഖങ്ങൾ പലതും ഞാൻ വേണ്ടെന്ന് വെക്കുകയാണ്, അതുകൊണ്ട് ഇനി മുതൽ ഇങ്ങനെയുള്ള ഈ ലൈംഗിക അരാജകത്വങ്ങളിലേക്ക് അതിലേക്ക് ഞാൻ പോകുന്നില്ല, മറ്റ് മദ്യപാനം പോലെയുള്ളത് അങ്ങനെയൊക്കെ ജഡത്തിൻ്റെതായ സുഖങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ഞാൻ വേണ്ടെന്ന് വെച്ചിട്ട് ദൈവത്തിന് വേണ്ടി ഞാൻ നിൽക്കും. എനിക്കൊരു ഭാര്യയുണ്ട്, ആ ഒരു ഭാര്യയിൽ ഞാൻ തൃപ്തനായിരിക്കും, മറ്റുള്ളവരുടെ അടുത്തേക്ക് പോവുകയില്ല. ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള നിങ്ങളൊരു തീരുമാനം എടുക്കുക. ഇതാ പറയുന്നത് അവിടെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം പരിച്ഛേദനയുടെ യഥാർത്ഥ സത്ത എന്താണെന്ന് ദൈവാത്മാവ് നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അതായത് കേവലം ശരീരത്തിൻ്റെ ഒരു അവയവത്തിൽ നിന്ന് കുറച്ച് തൊലി അങ്ങോട്ട് ചെത്തിക്കളയുന്നതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. അതല്ല യഥാർത്ഥത്തിലുള്ള പരിച്ഛേദന. മറിച്ച് ഹൃദയത്തിൻ്റെ പരിച്ഛേദന എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണം. അതാണ് ദൈവം
ഈ പ്രവാചകന്മാരോട് പറഞ്ഞത്. അതുമാത്രമല്ല, യിരെമ്യാവ് 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യവും പറയുന്നുണ്ട്. യിരെമ്യാവ് 9:26 ദൈവം അവരെക്കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യമാണ് ആ ജനത്തെക്കുറിച്ച്. സകല ജാതികളും അഗ്രചർമ്മികളല്ലോ എന്ന് വെച്ചാൽ ഇസ്രായേൽ അല്ലാതെ ഇസ്രായേലിന് പുറത്തുള്ള എല്ലാ ജാതികളും ഇത് ചെയ്യുന്നില്ല, പരിച്ഛേദന ചെയ്യുന്നില്ല, അവരാരും ചെയ്യുന്നില്ല. അപ്പോൾ അവരെല്ലാവരും അഗ്രചർമ്മികളാണ്, ലിംഗാഗ്രത്തിൽ ചർമ്മമുള്ള ആളുകളായിട്ടാണ് അവരിയ്ക്കുന്നത്. ദൈവം പറയുന്നത് സകല ജാതികളും അഗ്രചർമ്മികളല്ലോ, എന്നാൽ ഇസ്രായേൽ ഗൃഹമൊക്കെയും ഹൃദയത്തിൽ അഗ്രചർമ്മികളാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാവ് 9:26. ബാക്കിയുള്ളവരൊക്കെ ലിംഗാഗ്രത്തിൽ ചർമ്മമുള്ളവരാണ്, ലിംഗാഗ്ര ചർമ്മമുള്ളവരാണ്. പക്ഷെ ദൈവം പറയുന്നത് ഇസ്രായേൽ ഗൃഹത്തിന് ലിംഗത്തിന്റെ അഗ്രത്ത് ചർമ്മമില്ല, അത് അവർ മുറിച്ച് കളഞ്ഞു. പക്ഷെ അവരുടെ ഹൃദയത്തിന്റെ അഗ്രത്തിൽ ചർമ്മമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഹൃദയം ഇങ്ങനെയുള്ള ഈ ജഡിക സുഖങ്ങളുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെൻ്റെ വഴികളിലൂടെ നടക്കുകയല്ല. പക്ഷെ അവരുടെ ലിംഗാഗ്രത്തിന് ചർമ്മമില്ല. അതും പറഞ്ഞ് നടക്കുക വലിയ കാര്യമായിട്ട്. ഞങ്ങൾ മറ്റവരൊക്കെ അഗ്രചർമ്മികൾ, ഞങ്ങൾ പരിച്ഛേദനയേറ്റവരെന്നും പറഞ്ഞ് ഞങ്ങൾ ദൈവവുമായിട്ട് ബന്ധമുള്ളവരാണെന്നും പറഞ്ഞിട്ട് തോന്നിയ വഴി കൂടെ നടക്കുക. അതുകൊണ്ട് ദൈവം പറയാണ് ബാക്കിയുള്ളവരൊക്കെ അഗ്രചർമ്മികളാണ്, പക്ഷേ ഇസ്രായേൽ ജനം അഗ്രചർമ്മിയല്ല, അവരുടെ ലിംഗാഗ്രഹത്തിൽ ചർമ്മമൊന്നുമില്ല. പക്ഷെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം ഉള്ളവരാണ് അവർ. സകല ജാതികളും അഗ്രചർമ്മികളാണ്, എന്നാൽ ഇസ്രായേൽ ഗൃഹമൊക്കെയും ഹൃദയത്തിൽ അഗ്രചർമ്മികളാണെന്നാണ് ദൈവം പറയുന്നത്. അപ്പോൾ പുറമേ ജഡത്തിലുള്ള ഒരു പരിച്ഛേദനയല്ല, മറിച്ച് അകമേയുള്ള ഹൃദയ പരിച്ഛേദനയാണ് ദൈവം ഇസ്രായേൽ മക്കളിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നതെന്ന് ഈ വാക്യങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ദൈവം പ്രതീക്ഷിച്ചതാണ് ഹൃദയ പരിച്ഛേദന, അതാണ് ദൈവം പ്രതീക്ഷിച്ചത്. അപ്പോൾ ഈ ശരീരത്തിലെ പരിച്ഛേദനയേറ്റവരായിരുന്നു ഇസ്രായേൽ ജനമെങ്കിലും ഹൃദയത്തിൽ അവർ അഗ്രചർമ്മികളായിരുന്നു എന്നാണ് ദൈവം ഇവിടെ പറയുന്നത്. മാത്രമല്ല, ഈ ലേവ്യ പുസ്തകം 12:3 വരുമ്പോൾ നമ്മളവിടെ കാണുന്നുണ്ട് ന്യായപ്രമാണത്തിലെ ഒരു കൽപ്പനയാണ്. ന്യായപ്രമാണം ലഭിക്കുന്നതിന് മുമ്പേയാണ് പരിച്ഛേദന വരുന്നത്. നമുക്കറിയാം അബ്രഹാമിൻ്റെ കാലഘട്ടത്തിൽ ഈ മോശയ്ക്ക് കൊടുത്ത ന്യായപ്രമാണം ഇല്ലല്ലോ. അബ്രഹാം കഴിഞ്ഞ് 400 വർഷത്തിന് ശേഷമാണ് മോശയിലൂടെ ന്യായപ്രമാണം വരുന്നത്. പക്ഷേ 400 കൊല്ലം മുമ്പേ അബ്രഹാമിന് കൊടുത്തിരിക്കുന്നതായ ആ കാര്യം ഇവിടെ ന്യായപ്രമാണത്തിനകത്തും ഒരു കൽപ്പനയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ലേവ്യ 12:3 നമ്മൾ കാണുന്നുണ്ട്. ആൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ 8-ാം ദിവസം പരിച്ഛേദന ഏൽക്കണം എന്ന് പറയുന്ന കാര്യം. പക്ഷെ അങ്ങനെ ഈ ന്യായപ്രമാണത്തിലെ ഒരു കൽപ്പനയായി ഉൾപ്പെടുത്തിയിട്ട് പോലും മരുഭൂമിയിൽ അലഞ്ഞു നടന്നിരുന്ന ആ 40 കൊല്ലത്തിനിടയിൽ, നേരത്തെ പറഞ്ഞല്ലോ 40 കൊല്ലത്തിനിടയിൽ ആ സമയത്ത് ജനിച്ച ഒരാളെയും മോശ പരിച്ഛേദന ചെയ്യിപ്പിച്ചില്ല. അതിന്റെ കാരണം ഇതാണ്, ഇവർ ഹൃദയത്തിൽ അഗ്രചർമ്മികളായിട്ട് നടക്കുന്നവരാണ്. ആ ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ വായിക്കുന്നുണ്ട് യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ. അക്കാലത്ത് യഹോവ യോശുവയോട് തീക്കല്ലുകൊണ്ട് കത്തി ഉണ്ടാക്കി ഇസ്രായേൽ മക്കളെ രണ്ടാമതും പരിച്ഛേദന ചെയ്യുക എന്ന് കൽപ്പിച്ചു. യോശുവ തീക്കല്ലുകൊണ്ട് കത്തി ഉണ്ടാക്കി ഇസ്രായേൽ മക്കളെ അഗ്രചർമ്മഗിരിയിങ്കൽ വെച്ച് പരിച്ഛേദന ചെയ്തു. യഹോവ പരിച്ഛേദന ചെയ്യുവാനുള്ള കാരണമോ, ഇനി ശ്രദ്ധിക്കണം, മിസ്രൈമിൽ എന്ന് വെച്ചാൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ആണുങ്ങളായ ജനമൊക്കെയും യോദ്ധാക്കളെല്ലാവരും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോന്ന ശേഷം പ്രയാണത്തിൽ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. പുറപ്പെട്ടു പോകുന്ന ജനത്തിനെല്ലാം പരിച്ഛേദന കഴിഞ്ഞിരുന്നുവെങ്കിലും, ശ്രദ്ധിക്കണം, ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു പോരുമ്പോൾ ആ പുറപ്പെട്ടു പോകുന്ന ജനത്തിനെല്ലാം പരിച്ഛേദന, കാരണം ഇവരെല്ലാം 8-ാം ദിവസം പരിച്ഛേദനയായിട്ട ആളുകളാണ്. ജനിച്ചു വീഴുമ്പോഴേ 7 ദിവസം കഴിഞ്ഞ് 8-ാം ദിവസം പരിച്ഛേദന. അത് ഈജിപ്തിലായിരുന്നപ്പോഴും അത് അങ്ങനെ തന്നെ അവർ നിറവേറ്റി പോന്നിട്ടുണ്ട്. അപ്പൊ പുറപ്പെട്ട പോകുന്ന ജനത്തിനെല്ലാം പരിച്ഛേദന കഴിഞ്ഞിരുന്നുവെങ്കിലും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ശേഷം മരുഭൂമിയിൽ വെച്ച് പ്രയാണത്തിൽ ജനിച്ചവരിൽ ആരെയും പരിച്ഛേദന ചെയ്തിരുന്നില്ല. മോശ ചെയ്യിപ്പിച്ചില്ല. മോശ പറഞ്ഞു അത് വേണ്ടാന്ന് പറഞ്ഞു. നിങ്ങൾ ഈ ശരീരത്തിന്റെ കുറച്ച് ഭാഗത്ത് അങ്ങോട്ട് മുറിവുണ്ടാക്കി ഒരു കഷ്ണം തൊലി കളയുന്നതല്ല യഥാർത്ഥ പരിച്ഛേദന എന്ന് പറയുന്നത്. ഹൃദയത്തിന്റെ അകത്ത പരിച്ഛേദനയാണ്. അത് നിങ്ങൾക്കില്ല. നിങ്ങൾ ദൈവം പറയുന്ന കാര്യങ്ങൾക്ക് എതിരായിട്ട് നടക്കുകയാണ്. ദൈവത്തിന്റെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ദൈവത്തിനെതിരെ പിറുപിറുക്കുകയാണ്. നിങ്ങൾ ദൈവത്തിനെതിരെ മത്സരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നടക്കുന്ന ഈ ജനം ശരീരത്തിന്റെ ലിംഗത്തിന്റെ അഗ്രഭാഗത്ത് കുറച്ചൊരു മുറിവുണ്ടാക്കിയിട്ട് എന്ത് കാര്യം, അത് വേണ്ടാന്നേ എന്നും പറഞ്ഞ് മോശ അവരെ കൊണ്ട് പരിച്ഛേദന ചെയ്യിപ്പിച്ചില്ല ഈ ജനിച്ച ആർക്കും. അതുകൊണ്ടാണ് യോശുവയോട് പറയുന്നത് നീ ഇസ്രായേൽ മക്കളെ പരിച്ഛേദന ചെയ്യണമെന്ന് പറയുന്നത്. മനസ്സിലായോ? ദൈവത്തോടുള്ള അവിശ്വാസത്തിൻ്റെയും അനുസരണക്കേടിൻ്റെയും ഫലമായി തൽക്കാലത്തേക്ക് ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ട് മരുഭൂമിയിൽ അലഞ്ഞു തിരിയുന്ന ആ ജനത്തിന് അത് എന്നേക്കുമായിട്ട് കൈവിടുകയല്ല. 40 വർഷം തിരിയേണ്ടി വന്നു. അപ്പോൾ ഒരു തലമുറയുടെ ആ കാലഘട്ടം, അവിടുന്ന് പോകുന്നവരിൽ 20 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരും മരിച്ചു വീഴുന്നത് വരെ അവരെ അങ്ങ് അവിടെ കൊണ്ട് നടത്തി. അപ്പോൾ ആ സമയത്ത്, അങ്ങനെ അലഞ്ഞിരിയുന്ന സമയത്ത് കേവലം ശരീരത്തിൽ ഒരു മുറിവ് വരുത്തിയത് കൊണ്ട് യാതൊരു കാര്യവും ഇല്ല എന്നുള്ള കാര്യം മോശയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് മോശ എന്ത് ചെയ്തത്, ഇവരോട് പരിച്ഛേദന ചെയ്യണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ പരിച്ഛേദന എന്ന് പറയുന്നത് ഈ മുസ്ലിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലത്തെ അങ്ങനത്തെ ഒരു വലിയൊരു സംഭവമല്ല. അങ്ങനെയാണെങ്കിൽ മോശ ഒരിക്കലും അതിനെ നിഷേധിക്കില്ലായിരുന്നു.
പക്ഷെ മോശ തന്നെ അത് വേണ്ടെന്ന് പറഞ്ഞു. ആ 1-2 ആൾക്കാർക്കല്ല, ലക്ഷക്കണക്കിന് വരുന്ന ജനത്തിനെ മോശ പരിച്ഛേദന കഴിപ്പിച്ചതേയില്ല. കാരണം എന്താണ്? ഹൃദയത്തിൽ അഗ്രചർമ്മികളാണ് ഇവര്. ഈ ആത്മീയമായിട്ടുള്ള പരിച്ഛേദന, അകത്തെ മനുഷ്യനെ അത് അകത്തെ മനുഷ്യനെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും ഒരു തൊലി കളയുന്ന കാര്യമൊന്നുമല്ല പറയുന്നത്. പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ നിങ്ങൾ ഉരിഞ്ഞു കളഞ്ഞിരിക്കുന്നു എന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. മനസ്സിലായി? ആ പഴയ കേവലം ഒരു തൊലിയുടെ ഒരു കഷ്ണമല്ല, ഇത് ശരിക്കും ഒരു നിഴലായിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഈ സാധനം. തൊലിയുടെ ഒരു കഷ്ണം കളയുന്ന ഒരു നിഴലാണ്. അതിൻ്റെ പൊരുളെന്ന് പറയുന്നത് പുതിയ നിയമത്തിലേക്ക് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പുതിയ മനുഷ്യനാക്കി ഒരുവനെ തീർക്കുകയാണ്. അപ്പോൾ അവൻ്റെ ആ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. കൊലോസ് ലേഖനത്തിൽ അത് പറയുന്നു, അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞിരിക്കുന്നു. അതിൻ്റെ നിഴല് മാത്രമാണ് ഇത്, കേവലം ഒരു കഷ്ണം ഇത് കളയുന്നത്, ഒരു തൊലി കളയുന്നതെന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ പൊരുൾ വേറെയാണ്. അത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, ക്രൈസ്തവരായ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞങ്ങളത് ചെയ്യാത്തത്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം പരിച്ഛേദന എന്ന വിഷയത്തെപ്പറ്റി പൗലോസ് അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കേണ്ടത്. ക്രിസ്ത്യാനികളായിരിക്കുന്ന ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ ജഡത്തിലുള്ള പരിച്ഛേദന ഏറ്റവരല്ല. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ലിംഗത്തിൻ്റെ അഗ്രഭാഗത്തെ ചർമ്മം, അതാണ് ജഡത്തിലുള്ള പരിച്ഛേദന, അത് ഞങ്ങൾ ഏറ്റിട്ടില്ല. പിന്നെ ഞങ്ങൾ അകമേയുള്ള പരിച്ഛേദന ഏറ്റ ആളുകളാണ്, ഹൃദയത്തിൻ്റെ പരിച്ഛേദന ഏറ്റ ആളുകളാണ്. മനസ്സിലായോ? ഹൃദയ പരിച്ഛേദന ദൈവം പഴയ നിയമത്തിൽ ആവർത്തിച്ച് പറയുന്നില്ലേ, ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുമെന്ന്. അത് ഏറ്റ ആളുകളാണ് ഞങ്ങൾ. അത് ക്രിസ്തുവിലാണ് ഞങ്ങൾക്കത് ആ പരിച്ഛേദന സംഭവിച്ചിരിക്കുന്നത്, ക്രിസ്തുവിൽ. കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം, അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. മനസ്സിലായോ? കൈകൊണ്ടല്ലാത്തൊരു പരിച്ഛേദന. ഈ ഇസ്രായേൽ ജനത്തിന് മുഴുവൻ കിട്ടിയത് കൈകൊണ്ടുള്ള പരിച്ഛേദന. വേറൊരുത്തനാണ് ഇതായിട്ട് ഇപ്പോൾ ഇവർക്ക് മുസ്ലിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഒസാൻ പിടിച്ചത് മുറിച്ച് കളയുന്നത്. അതുപോലെ മറ്റൊരുത്തനാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ കൈകൊണ്ടുള്ള പരിച്ഛേദനയാണ്. എന്നാൽ ക്രിസ്ത്യാനികളോട് പറയുകയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ക്രൈസ്തവരോട് പറയുകയാണ്, കൊലോസയിലുള്ള വിശ്വാസികളോട് പറയാണ്, നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചു. അപ്പോൾ ക്രിസ്തു ഞങ്ങളെല്ലാം പരിച്ഛേദന ചെയ്തിട്ടുണ്ട്. അത് കൈകൊണ്ടുള്ള പരിച്ഛേദനയല്ല, അകത്തുള്ള പരിച്ഛേദനയാണ്. ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം മുറിച്ചു കളഞ്ഞതാണ്. ക്രിസ്തുവിന് വേണ്ടി ഞങ്ങൾ ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുന്നു എന്നുള്ള ആ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോൾ അത് ഞങ്ങളല്ല, ഞങ്ങളെ കൊണ്ട് ദൈവം എടുപ്പിച്ചതാണ്. ആ കാര്യത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ പറയാണ്, നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. അപ്പൊ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഈ കേവലം ശരീരത്തിൻ്റെ ഒരു കഷ്ണം തൊലി മുറിച്ച് കളയുന്ന പരിപാടിയല്ല. പിന്നെയോ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ തന്നെ പൂർണ്ണമായിട്ട് ഉരിഞ്ഞു കളഞ്ഞിട്ട് പുതിയ മനുഷ്യനെ, ക്രിസ്തുവിൽ പുതിയ മനുഷ്യനെ ഞങ്ങൾ ധരിച്ചിരിക്കുന്നു. ഇതാണ് ബൈബിൾ പറയുന്നത്. ആത്മീയമായിട്ടുള്ള പരിച്ഛേദന എന്ന് പറയുന്നത് ഇതാണ്. മനസ്സിലായോ? ദൈവം ആഗ്രഹിച്ച, ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദൈവം ആഗ്രഹിച്ച കാര്യം, ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം നിങ്ങൾ പരിച്ഛേദന ചെയ്യണമെന്ന് ദൈവം പറഞ്ഞ ആ കാര്യം, അത് പുതിയ നിയമത്തിൽ ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഞങ്ങൾ അങ്ങനെയുള്ളവരാണ്. ഇനി ഗലാത്യ ലേഖനത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ പറയുന്നു, ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ, പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല പുതിയ സൃഷ്ടി അത്രേ കാര്യം. പുതിയ സൃഷ്ടിയായിത്തീരുക, അതാണ് പ്രധാനം. അല്ലാണ്ട് ശരീരത്തിൽ ഒരു മുറിവ് വരുത്തിയിട്ട് കണ്ട തോന്നിയാസങ്ങൾ കാണിച്ച് ഇങ്ങനെ ജീവിക്കലല്ല. അതല്ല കാര്യം. പുതിയ സൃഷ്ടിയായിത്തീരുക എന്നുള്ളതാണ്. ഇത് തന്നെ ഗലാത്യർ 5:6 പറയുന്നുണ്ട്, ക്രിസ്തു യേശുവിൽ പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കേവലം ശരീരത്തിലൊരു മുറിവുണ്ടാക്കിയിട്ട് തോന്നിയ പോലെ നടക്കുന്നതൊന്നുമല്ല. ദൈവത്തിലുള്ള വിശ്വാസത്താൽ പുതിയ സൃഷ്ടിയായി തീരുന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പുതിയ സൃഷ്ടിയായി തീരുക എന്നുള്ളതാണ്. പുതിയ സൃഷ്ടിയായി തീരുമ്പോൾ പഴയ മനുഷ്യനെ പൂർണ്ണമായും അങ്ങ് ഉരിഞ്ഞു കളഞ്ഞിരിക്കുന്നു. അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനാകുന്നു. അങ്ങനെ പുതിയ മനുഷ്യനായി തീർന്ന ആളുകളായതുകൊണ്ടാണ് ഞങ്ങളോട് പണ്ട് പലവിധമായിട്ടുള്ള ദ്രോഹങ്ങൾ ചെയ്ത ആളുകളോട് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നത്, കയ്പില്ലാതെ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നത്. അവരോടൊക്കെ ഇടപെടുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഞങ്ങൾക്ക് അവരോട് ഇടപെടാനൊക്കെ പറ്റുന്നതിൻ്റെ കാരണം
കേവലം ഒരു തൊലിയല്ല ഞങ്ങൾ മുറിച്ച് കളഞ്ഞത്, പിന്നെ എന്തോ അവർ ഞങ്ങളെ ഉപദ്രവിച്ച, ഞങ്ങൾ മുമ്പായിരുന്ന സമയത്ത് ഞങ്ങൾ അവരെ ഉപദ്രവിക്കുക, അവർ ഞങ്ങളെയൊക്കെ ഉപദ്രവിച്ചിരുന്ന ആ പഴയ മനുഷ്യനുണ്ടല്ലോ, ആ പഴയ മനുഷ്യൻ പോയി, ആ പഴയ മനുഷ്യനെ ഇല്ല, അവനെ പ്രവൃത്തിയോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് ഞങ്ങൾ ഇതാ പുതിയ മനുഷ്യനായി തീർന്നിരിക്കുന്നു. ഇതാണ് ദൈവം ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പൊ ഈ കാര്യം ഇത് നിങ്ങൾ ഈ വേദഭാഗങ്ങളെല്ലാം ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതിനെതിരായിട്ടുള്ള ഒരു കാര്യവും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? മോശയിലൂടെയും പ്രവാചകന്മാരിലൂടെയും പഴയ നിയമത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ഹൃദയത്തിന്റെ പരിച്ഛേദന എന്ന് പറയുന്ന വിഷയത്തെ, എന്താണ് ഹൃദയത്തിന്റെ പരിച്ഛേദന എന്നുള്ളത് പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ വ്യക്തമായി വിശദീകരിച്ചു തരികയാണ് പൗലോസ് അപ്പോസ്തലൻ ചെയ്തിരിക്കുന്നത്. പരിച്ഛേദനയെ തള്ളിപ്പറയുകയോ മറ്റൊന്നുമല്ല, പരിച്ഛേദനയ്ക്കെതിരായിട്ടല്ല, മറിച്ച് അകമേ മാനസാന്തരപ്പെട്ട് അല്ലെങ്കിൽ ഹൃദയത്തിന്റെ പരിച്ഛേദനയേറ്റ് പുതിയ സൃഷ്ടിയാകാത്ത അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്ക് തിരിയാത്ത ഒരുവൻ കേവലം ജഡശരീരത്തിൽ അല്ലെങ്കിൽ തൻ്റെ ലിംഗാഗ്രഭാഗത്തെ കുറച്ച് തൊലി എത്തിക്കളഞ്ഞുകൊണ്ട് ഒരു കാര്യവും ഇല്ലാതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. ഇതാണ് സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ കാര്യം. മനസ്സിലായോ? ആത്മീയമായ കാര്യങ്ങൾ കാണാൻ കണ്ണില്ലാത്ത, എല്ലാം ജഡികേച്ഛയോടെ മാത്രം കാണുന്ന, ഹൃദയദൃഷ്ടി കുരുടായിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ പൗലോസ് പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ പറ്റുകയുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ തെറ്റായിട്ടൊന്നല്ല പറഞ്ഞത്. വ്യക്തമായിട്ട് പഴയ നിയമത്തിൽ മോശെ പറയുന്നുണ്ട്. ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിച്ചല്ലോ, ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യാൻ പറയുന്നത്. പ്രവാചകന്മാരിലൂടെ പറയുന്നു, യിരെമ്യാവ് പറയുന്നുണ്ടല്ലോ ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുന്നതിനെ പറ്റി. അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുന്ന, ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുന്ന എന്താണെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അത് കേവലം ഒരു കഷ്ണം തൊലി ശരീരത്തിൽ മുറിച്ച് കളയുന്നതല്ല, മറിച്ച് പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ സൃഷ്ടിയായി തീരുക, ക്രിസ്തുവിൽ വ്യാപരിക്കുന്ന ആ സ്നേഹത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ ഒരു പുതിയ സൃഷ്ടിയായി ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇനി പൗലോസ് അപ്പോസ്തലൻ പരിച്ഛേദനയ്ക്കെതിരായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പരിച്ഛേദനയ്ക്ക് താൻ എതിരാണെന്നോ അങ്ങനത്തെ ഒരു സംഭവമേ പറയുന്നില്ല. പരിച്ഛേദനയെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അറിയോ? ഇതിനെക്കുറിച്ച് ഇത് വളരെ പ്രയോജനമുള്ളതാണ്. ഈ റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ. എന്നാൽ യഹൂദന് എന്ത് വിശേഷത, പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? 2 ചോദ്യങ്ങൾ ചോദിക്കുക. യഹൂദന് എന്ത് വിശേഷതയാണുള്ളത്, പരിച്ഛേദന കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? അടുത്ത വാക്യം എന്താണെന്നറിയോ? സകല വിധത്തിലും വളരെയുണ്ട്. എന്തുണ്ടെന്ന്? പരിച്ഛേദന കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് പൗലോസ് തന്നെ മറുപടി പറയാണ്, സകല വിധത്തിലും വളരെയുണ്ട്. എന്നിട്ട് ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ. അപ്പൊ ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഈ യഹൂദജനത്തിന് ലഭിക്കുന്നതിന് കാരണമായി തീർന്നത് അവരുടെ പരിച്ഛേദനയാണെന്നാണ് പറയുന്നത്. പരിച്ഛേദനയ്ക്ക് പൗലോസ് അപ്പോസ്തലനെതിരല്ല. അത് നിഴലാണ്, ശരി, പക്ഷെ ആ നിഴലിനെതിരൊന്നുമല്ല പൗലോസ് അപ്പോസ്തലൻ. അത് നല്ല കാര്യം തന്നെയാണ്. അത് ദൈവത്തിന്റെ അരുളപ്പാട് അവർക്ക് ലഭിക്കുന്നതിന് കാരണമായി തീർന്നു. പക്ഷെ അത് പരിച്ഛേദന, ഹൃദയത്തിന്റെ പരിച്ഛേദന കൂടി വേണം, എങ്കിലേ അത് ദൈവം ഉദ്ദേശിച്ച തലത്തിലേക്ക് എത്തുകയുള്ളൂ. അല്ലാതെ ഹൃദയത്തിന്റെ പരിച്ഛേദന ഇല്ലാതെ കേവലം ജഡശരീരത്തിൽ ഒരു പരിച്ഛേദനയായിട്ടിട്ട് തോന്നിയ പോലെ ജീവിക്കുന്നതിൽ കാര്യമില്ല. പക്ഷെ അത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഹൃദയത്തിന്റെ പരിച്ഛേദനയോടും കൂടെ ജീവിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവർക്ക് ലഭിക്കുന്നതിന് അത് കാരണമായി തീർന്നത് വളരെ നല്ല കാര്യമായിട്ട് തന്നെയാണ് പറയുന്നത്. മനസ്സിലായോ? ഇത് മറ്റൊരു ജനതയ്ക്ക് ലഭിക്കാതെ ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഇസ്രായേൽ ജനത്തിന് ലഭിച്ചതിന്റെ കാരണങ്ങൾ ഒന്നായിട്ട് പറയുന്നത് അവർ പരിച്ഛേദന ഏറ്റിരുന്നവരായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇനി പൗലോസ് അപ്പോസ്തലൻ തന്നെ കുറിച്ച് പറയുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവനാണെന്ന്. അത് ഫിലിപ്പർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യം. ഫിലിപ്പർ 3-ാം അധ്യായം 4 മുതൽ 6 വരെ. പക്ഷെ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്, മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ. തന്റെ ജഡത്തിലുള്ള ആ കാര്യങ്ങളെ കുറിച്ച് പറയാം, മറ്റുള്ളവരെക്കാൾ കൂടുതൽ എനിക്ക് ജഡപ്രകാരം പറയാനുണ്ട്. പക്ഷെ ഇത് പറഞ്ഞു വരുമ്പോൾ താഴോട്ട് വന്നിട്ട് പറയാണ്, ഇതെല്ലാം ഞാൻ ക്രിസ്തുവിനെ പ്രതി ചവറെന്നെണ്ണുന്നു. എനിക്ക് അഭിമാനിക്കാൻ ഇതുപോലെ ഇഷ്ടം പോലെ സാധനമുണ്ട്, പക്ഷെ ഇതെല്ലാം ക്രിസ്തുവിനെ പ്രതി ഞാൻ ഇതൊക്കെ ചവറെന്നെണ്ണാണ്. ഞാനിപ്പോൾ ഇതിൽ അഭിമാനിക്കുന്നില്ല, എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞ് പൗലോസ് തള്ളുകയാണ്. അപ്പം ഇത് പറഞ്ഞു വരുമ്പോൾ എനിക്ക് മറ്റുള്ളവരെക്കാൾ അധികം എനിക്ക് അഭിമാനിക്കാൻ പല സംഗതികളുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നാമത് പറയുന്നത് എന്താണെന്നറിയോ? 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ. അതാണ് ഒന്നാമത് പറയുന്നത്. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദ്യൻ. പൗലോസ് അപ്പോസ്തലൻ പട്ടികിട്ട് വരികയാണ്, മറ്റുള്ളവരെക്കാളും ഞാൻ കൊള്ളാവുന്നവനാണെന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റും. പക്ഷെ എന്നിട്ട് താഴോട്ട് വരുമ്പോൾ പറയാണ്, ഇല്ല എനിക്കിതൊന്നും വേണ്ട, ഞാൻ ക്രിസ്തുവിനെ പ്രതി ഇതെല്ലാം ഞാൻ ചവർന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ സാധനമാണ്. പക്ഷെ അങ്ങനെ തള്ളിക്കളഞ്ഞെന്ന് പറയുമ്പോഴും അദ്ദേഹം ആ ലിസ്റ്റ് കൊണ്ടുവരുന്നതിൽ 1-ാം സ്ഥാനത്ത് നിർത്തുന്നത് എന്താണ്?
ഞാൻ പരിച്ഛേദന ഏറ്റവനാണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തും പറയുന്നുള്ളൂ. അപ്പോൾ പരിച്ഛേദനയ്ക്ക് അത്രയും പ്രാധാന്യമുണ്ടെന്ന് അറിയാവുന്ന ആൾ തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ. ഇനി പൗലോസിന്റെ ശിഷ്യനായിരുന്ന തിമത്തിയോസിനെ പൗലോസ് പരിച്ഛേദന കഴിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ തിമത്തിയോസിനെ പരിച്ഛേദന കഴിപ്പിക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരു ശിഷ്യനായ തീത്തോസിനെ പരിച്ഛേദന കഴിപ്പിക്കുന്നുമില്ല. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിമത്തിയോസിന്റെ മാതാവ് ഒരു യഹൂദ സ്ത്രീ ആയിരുന്നു. അപ്പോൾ അബ്രഹാമുമായിട്ട് ജഡപ്രകാരം ബന്ധമുള്ളയാളാണ് തിമത്തിയോസിന്റെ മാതാവ്. സ്വാഭാവികമായിട്ട് ആ മാതാവിൽ നിന്ന് ജനിച്ചവൻ, അബ്രഹാമുമായിട്ടുള്ള ജഡപ്രകാരം ബന്ധമുള്ളത് കൊണ്ട് തിമത്തിയോസ് പരിച്ഛേദന ഏൽക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് പൗലോസ് വിശ്വസിക്കുകയും അതങ്ങനെ തന്നെ പ്രാവർത്തികമാക്കുകയും ചെയ്തു. എന്നാൽ തീത്തോസ് അങ്ങനെയുള്ളതല്ല. തീത്തോസ് പരിപൂർണമായിട്ടും യവനനാണ്, പുറമേ ഉള്ളവനാണ്. അബ്രഹാമുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇത് അബ്രഹാമും അബ്രഹാമിന്റെ സന്തതികൾക്കും ഇടയിലുള്ള ഉടമ്പടിയായിട്ടാണ് ദൈവം വെച്ചത്. നമ്മൾ നേരത്തെ കണ്ടല്ലോ, ദൈവം അത് പറയുന്നുണ്ടല്ലോ, അബ്രഹാമിനോ അബ്രഹാമിന്റെ ശേഷ സന്തതികൾക്കും തലമുറയായിട്ടുള്ളൊരു നിയമമായിട്ട് ഇത് വരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അബ്രഹാമുമായിട്ട് ജഡപ്രകാരം ബന്ധമുള്ളവരത് ചെയ്തോട്ടെ, അതിലൊരു കുഴപ്പവുമില്ല. പക്ഷെ അബ്രഹാമുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത പുറജാതിക്കാരായ ആൾക്കാർ അവരിത് ചെയ്യണമെന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പൊ ഈ നിലപാടിനെയാണ് പത്രോസും യാക്കോബും അടക്കമുള്ള യെരുശലേം സഭ 1-ാമത്തെ കൗൺസിലിൽ അത് അംഗീകരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിന്റെ 7 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് അത് പിടികിട്ടും. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന ഇതേ നിലപാടിനെ തന്നെയാണ് യെരുശലേം സഭ അങ്ങനെ തന്നെ അംഗീകരിച്ചിരിക്കുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഒരിക്കലും പരിച്ഛേദനയ്ക്കെതിരായിരുന്നില്ല. പരിച്ഛേദന നല്ല കാര്യം തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പിന്നീട് എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം മാത്രം പോരാ, പരിച്ഛേദന ഏൽക്കുകയും കൂടി ചെയ്താലേ രക്ഷ പ്രാപിക്കാൻ കഴിയുള്ളൂ എന്നുള്ള സാത്താന്യ ഉപദേശം അത് പൊന്തി വന്നപ്പോൾ, 1-ാമത്തെ ഹെരസിയായിട്ട് അത് വന്നു കഴിഞ്ഞപ്പോൾ അതിനെ പൗലോസ് എതിർക്കുകയാണ്. പരിച്ഛേദന ഇസ്രായേൽ ജനം ചെയ്തോട്ടെ, അല്ലെങ്കിൽ അബ്രഹാമിന്റെ സന്തതി പരമ്പരയെ വരുന്ന ആളുകൾ അവരത് ചെയ്തോട്ടെ, അത് ദൈവവും അവരും തമ്മിലുള്ള ഉടമ്പടി, അബ്രഹാമിനോട് പറഞ്ഞിരിക്കുന്ന ആ ഉടമ്പടിയുടെ പൂർത്തീകരണമായിട്ട് വരുന്നതാണ്. അവർ ചെയ്താൽ ഒരു കുഴപ്പമില്ല. പക്ഷെ അബ്രഹാമുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ജാതികളിൽ നിന്നുള്ള ആളുകൾ അവര് പരിച്ഛേദന ഏറ്റാലേ രക്ഷ പ്രാപിക്കാൻ കഴിയൂ. ക്രിസ്തുയേശുവിനുള്ള വിശ്വാസം മാത്രം പോരാ, ക്രിസ്തുയേശു അവർക്ക് വേണ്ടി കുരിശി മരിച്ചത് മാത്രം പോരാ, പിന്നെ ഇവരൊരു കാര്യം കൂടി ചെയ്യണം, ഇവരുടെ ശരീരത്തിൽ നിന്ന് കുറച്ച് തൊലിയും കൂടി കളയണം, എന്നാലേ ഇവർ രക്ഷ പ്രാപിക്കൂ എന്ന് പറയുന്ന സാത്താന്യ ഉപദേശത്തിനെതിരെ പൗലോസ് അപ്പോസ്തലൻ ശക്തിയായിട്ട് പോരാടുന്നുണ്ട്. അപ്പോൾ വ്യത്യാസം മനസ്സിലാക്കണം. പൗലോസ് അപ്പോസ്തലൻ പരിച്ഛേദനയ്ക്കെതിരായിരുന്നു എന്ന് ഇവർ പറയുന്നത് കളവാണ്, പച്ചക്കളവാണ്. പൗലോസ് അപ്പോസ്തലൻ തന്നെ പരിച്ഛേദനയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് നല്ലതാണെന്നും ഇസ്രായേൽ ജനത്തിന് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ലഭിച്ചതിൻ്റെ കാരണം അവർ പരിച്ഛേദന ഏറ്റവരായിരുന്നത് കൊണ്ടാണെന്നും ഒക്കെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. മാത്രമല്ല തൻ്റെ ശിഷ്യനായ തിമത്തിയോസ് അബ്രഹാവുമായി ജഡപ്രകാരം ബന്ധമുള്ള ആളായതുകൊണ്ട് തിമത്തിയോസിനെ പരിച്ഛേദന കഴിപ്പിക്കുന്നുമുണ്ട്. ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഉപദേശം, അതായത് ബൈബിളിൽ അപ്പോസ്തലന്മാരോ കർത്താവോ ഒന്നും പറയാത്തതായ ഒരു ഉപദേശം, രക്ഷ പ്രാപിക്കണമെങ്കിൽ ഈ ലിംഗാഗ്രചർമ്മത്തിലെ തൊലിയും കൂടി മുറിച്ച് കളയണം എന്നാലേ രക്ഷ കിട്ടൂ എന്ന് പറയുന്ന സാത്താന്യ ഉപദേശമുണ്ടല്ലോ, അതിനെതിരെയാണ് പൗലോസ് അപ്പോസ്തലൻ നിന്നത്. പൗലോസ് അപ്പോസ്തലന്റെ ആ സ്റ്റാൻഡ് തന്നെയാണ് യെരുശലേമിലെ സഭയ്ക്കുമെന്ന് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ, ആ അധ്യായം മുഴുവനും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. അവിടെ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം ഈ രക്ഷ പരിച്ഛേദനയാലാണെങ്കിൽ അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പരിച്ഛേദന ഏറ്റതുകൊണ്ടാണ് രക്ഷ എങ്കിൽ അബ്രഹാമിന് മുമ്പുള്ള ആളുകൾ അവർ രക്ഷ പ്രാപിച്ചത് എങ്ങനെയാ? അബ്രഹാമിന് മുമ്പുള്ള ആളുകളുണ്ടല്ലോ, ഹാനോക്കുണ്ട്, ഹാബേലുണ്ട്, നോഹയുണ്ട്, അങ്ങനെ കുറേ ആളുകളുണ്ടല്ലോ. അന്നത്തെ നീതിമാന്മാരായ ആളുകൾ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ടുള്ള ആളുകളുണ്ടല്ലോ അന്നുള്ള ആളുകൾ, അബ്രഹാമിന് മുമ്പുള്ള ആൾക്കാർ. ഇവർ എങ്ങനെ രക്ഷ പ്രാപിച്ചു? കാരണം പരിച്ഛേദന അന്നില്ലല്ലോ. രക്ഷയ്ക്ക് പരിച്ഛേദന ഒരു മുഖ്യ ഘടകമാണെങ്കിൽ ഇത് ആദാം മുതലേ ഉണ്ടാകേണ്ടതാണ്. ആദാം മുതലേ ഉണ്ടാകേണ്ടെന്ന് മാത്രമല്ല, അബ്രഹാമിനെ വിളിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം ദൈവം അബ്രഹാമിനോട് പറയേണ്ടത് അത് തന്നെയായിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ഇടയിൽ കയറി വന്നതാണ്, ഒരു ശിക്ഷയായിട്ട് തന്നെയാണ് അത് വന്നിരിക്കുന്നത് വാസ്തവത്തിൽ. അപ്പോൾ ഇതൊക്കെ തിരിച്ചറിയാവുന്നത് കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനൊരു ഉപദേശം കൊണ്ടുവന്നപ്പോൾ രക്ഷ പ്രാപിക്കാൻ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രം പോരാ, യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് രക്ഷ കിട്ടാൻ പോകുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലൊരു മുറിവും കൂടി ഉണ്ടാക്കിയാലേ രക്ഷ കിട്ടൂ എന്ന് പറഞ്ഞു വന്നപ്പോഴാണ് പൗലോസ് അവന്മാരെ കണ്ട വഴി ഓടിപ്പിച്ചത്. ഇനി ഇസ്ലാമിലേക്ക് നമുക്ക് കടക്കാം. ഇസ്ലാമിലേക്ക് വരുമ്പോൾ ഇസ്ലാമിനകത്ത് എവിടെയെങ്കിലും ഈ കാര്യം, ഇസ്ലാമിന്റെ പ്രമാണത്തിൽ ഖുർആനിനകത്ത് എവിടെയെങ്കിലും ഉണ്ടോ പരിച്ഛേദന ഏൽക്കണം, നിങ്ങൾ പരിച്ഛേദന ഏൽക്കണം എന്ന് പറയുന്ന ഒരായത്ത് ഉണ്ടോ?
ഖുർആന് അകത്തുള്ള 114 സൂറകളും നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോ. പരിച്ഛേദന നിങ്ങൾ ഏൽക്കണം എന്ന് പറയുന്ന ഒരായത്തിന്റെ കഷ്ണം പോലും നിങ്ങൾക്ക് കാണാൻ കിട്ടില്ല. മനസ്സിലായോ? ഇല്ല, അങ്ങനെ ഒരു സംഭവമില്ല. നിങ്ങൾ പരിച്ഛേദന ഏൽക്കണം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. അല്ലെങ്കിൽ ചേലാകർമ്മം നിങ്ങൾ അനുഷ്ഠിക്കണം എന്ന് പറയുന്ന ഒരു കാര്യമില്ല. ഖുർആന്റെ അകത്തില്ല അങ്ങനെ ഒരു കാര്യം. ഇനി ഹദീസുകളിലേക്ക് പോയാലോ, നിങ്ങൾ 8-ാം നാളിൽ പരിച്ഛേദന ഏൽക്കണം എന്ന് പറയുന്ന ഒരു ഹദീസ് ഇല്ല. മുഹമ്മദ് 8-ാം ദിവസം പരിച്ഛേദന ഏറ്റായിട്ടില്ല. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, 8-ാമത്തെ ദിവസം പരിച്ഛേദന ഏറ്റാലേ അത് പരിച്ഛേദനയാവുകയുള്ളൂ കേട്ടോ. കാരണം അതാണ് പ്രമാണത്തിലുള്ളത്. ഇവന്മാർ 7-8 വയസ്സുള്ളപ്പോഴാണ് പരിച്ഛേദന ഏൽക്കുന്നത് ഇവരുടെ മതത്തിനകത്ത്. അത് പരിച്ഛേദനയൊന്നുമല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ ചേലാകർമ്മം എന്ന് പറയുന്നത്. പരിച്ഛേദന അല്ല ചേലാകർമ്മം എന്ന് ഞങ്ങൾ പറയുന്നതിൻ്റെ കാരണം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സംഗതിയല്ല. ബൈബിളിൽ അബ്രഹാമിൻ്റെ സന്തതികൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഉടമ്പടി അത് അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അനുസരിക്കേണ്ട ഒരു കാര്യവും ഇല്ല. നിങ്ങൾ അനുസരിക്കുന്നത് വേറെ എന്തോ സാധനമാണ്. നിങ്ങൾ ആ തൊലിപ്പുറത്തുള്ള ലിംഗത്തിന്റെ അഗ്രഭാഗം, ആ ഒരു തൊലി ഉണ്ടല്ലോ, അതങ്ങോട്ട് കുറച്ച് മുറിച്ച് കളയുക. എന്തിനാ നിങ്ങൾ മുറിച്ച് കളയുന്നത്? ഇതിന്റെ ആത്മീക അർത്ഥം എന്താണ് അറിയില്ലല്ലോ, നിങ്ങൾക്കറിയില്ല. ഞങ്ങൾ എത്രയോ പേരോട് ഇത് ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ ആത്മീക അർത്ഥം എന്ന് പറഞ്ഞതാ. ബൈബിളിൽ എന്തുകൊണ്ടാണ് അബ്രഹാമിനോട് ഇത് ചെയ്യാൻ പറഞ്ഞതെന്നുള്ളതിന്റെ അർത്ഥം ഞങ്ങൾ പറഞ്ഞു തരാം. അത് പുതിയ നിയമത്തിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന, ഞങ്ങൾ ആ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയുടെ നിഴലാണത്. പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളയുന്ന ഹൃദയത്തിന്റെ അഗ്രചർമ്മത്തെ പരിച്ഛേദന ചെയ്തതായിട്ട്, അത് കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയാണ്. അതിന്റെ നിഴലായിട്ടാണ് പഴയ നിയമത്തിൽ അത് കൊടുത്തിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് പറയാൻ പറ്റും. ആത്മീയാർത്ഥം കൃത്യമായിട്ട് വചനങ്ങൾ വെച്ച് വിശദീകരിച്ച് ഞങ്ങൾക്ക് പറയാൻ പറ്റും. പക്ഷെ മുസ്ലിങ്ങളെ നിങ്ങൾ എന്തിനാ ഇത് ചെയ്യുന്നത്? എന്തിനാ ചെയ്യുന്നത്? ഒരു ഉത്തരവും ഇല്ല. എന്തിനാ? ഞങ്ങൾ ചെയ്യുന്നു. എന്തിന്? അറിയില്ല. കാരണന്മാരായിട്ട് ചെയ്തു വരുന്നു, ഞങ്ങളും ചെയ്യുന്നു. ഇത്രയോ. എന്നാൽ നിങ്ങൾ ഈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങളുടെ കിതാബിനകത്തൊന്നും കാണിച്ചാ? ഖുർആനകത്തുണ്ടാ? ഖുർആനകത്തൊന്നും ഇല്ല. എന്നാൽ ഹദീസിലോ? ഇല്ല. ഹദീസിൽ ഈ 8-ാം ദിവസം പരിച്ഛേദനയെന്നുള്ള കാര്യമൊന്നും ഇല്ല. പിന്നെ എന്തിനാ നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങൾ ചെയ്യുന്നു. കോപ്പിയടിയല്ലേ ജീവിതം. കോപ്പിയടിച്ചല്ലേ ഇത്രയും നാൾ ഇങ്ങനെയൊക്കെ പോയത്. അത് തന്നെ, ആ കോപ്പിയടി തന്നെ. ഇപ്പുറത്തുള്ളവന്മാരൊക്കെ ചെയ്യുന്നു, യഹൂദൻ ചെയ്യുന്നു കാണുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളും ചെയ്തു. അത്രേ ഉള്ളൂപ്പാ. ഇതിൻ്റെ അപ്പുറത്തൊന്നും ഇല്ല. ഇതാണ് നിങ്ങളുടെ സ്ഥിതി. മനസ്സിലായ? അതുകൊണ്ടാണ് ആ പുള്ളിക്ക് ബൈബിൾ എടുത്തു എന്ന് പറയേണ്ടി വന്നത്. നമ്മൾ ആദ്യം ആ വോയിസ് ക്ലിപ്പ് കേട്ടല്ലോ. അവൻ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ അവൻ വായിച്ചത്. അത് അവൻ്റെ പുസ്തകമൊന്നുമില്ലേ അവന് വായിക്കാൻ? 1,000 പുസ്തകങ്ങളില്ലേ നിങ്ങൾക്ക്? ഖുർആനും ഹദീസും മാത്രമല്ല, പിന്നെ തഫ്സീറുകളൊക്കെ ഇങ്ങനെ അങ്ങ് കെടുക്കുകയല്ലേ ഇഷ്ടം പോലെ. 1,000 പുസ്തകങ്ങളില്ല. എന്താ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് വായിക്കാൻ നിങ്ങൾക്ക് തോന്നാത്ത? വായിച്ചിട്ട് കാര്യമില്ലെന്ന് നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ വേറെ ഒന്നുമല്ല. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇവന്മാർ മുസ്ലിങ്ങൾ ചെയ്യുന്ന ഈ സാധനം അത് ബൈബിളിൽ പറഞ്ഞ പരിച്ഛേദനയല്ല. കാരണം ബൈബിളിലെ പരിച്ഛേദനയ്ക്ക് കൃത്യമായ നിയമമുണ്ട്. അബ്രഹാമുമായി ജഡപ്രകാരം ബന്ധമുള്ളവർ മാത്രം ചെയ്യേണ്ടതാണ്. മുഹമ്മദിന് അബ്രഹാമുമായിട്ട് ഒരു ബന്ധവും ഇല്ല. എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് വാദിക്കുന്നെങ്കിൽ നിങ്ങൾ തെളിവ് നിരത്തി സ്ഥാപിക്കണം. ചുമ്മാ വായ്ത്താളം അടിച്ചിട്ട് കാര്യമില്ല. വംശാവലി രേഖ കൊണ്ടുവന്ന് കാണിക്കണം. മുഹമ്മദിന്റെ ആ വംശാവലി രേഖ അങ്ങോട്ട് പോയിട്ട് അത് അവസാനം അബ്രഹാമിൽ ചെന്ന് മുട്ടുന്ന വംശാവലി രേഖ നിങ്ങൾ എടുത്തുകൊണ്ട് വരണം. എടുക്കാനില്ല. നിങ്ങൾക്ക് എടുക്കാനില്ല. മുഹമ്മദ് അഡ്രസ് ഇല്ലാത്ത പ്രവാചകനാണെന്നുള്ള ക്രൈസ്തവരുടെ പരിഹാസം സഹിക്കാൻ പറ്റാതായി കഴിഞ്ഞപ്പോൾ ഇബ്നു ഇഷാഖ് ഇങ്ങനൊരു വംശാവലി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിൽ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെന്ന് എത്തിപ്പെടുന്നത് എത്രയാണെന്നറിയോ? ഈ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടം വരെയുള്ള ആ തലമുറ വരെ എത്തുന്നുള്ളൂ. അതിനുശേഷം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പേര് നേരെ ചെന്ന് ചേരുന്നത് അബ്രഹാമിന്റെ, അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വംശാവലി ഉണ്ടല്ലോ. അബ്രഹാമിന്റെ വംശാവലി പറയുമ്പോൾ അബ്രഹാമിന്റെ ഇതിൽ ഈ ഇസ്മായിലിന്റെ പറയുന്നുണ്ട്. ഇസ്മായിലിന്റെ 12 മക്കളുടെ പേര് പറയുന്നുണ്ട്. അവരുടെ മക്കളുടെ പേര് പറയുന്നുണ്ട്. അങ്ങനെ ഒരു 3-4 തലമുറ ഇസ്മായിലിന്റെ അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ കാലഘട്ടം കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഇബ്നു ഇഷാഖ് പോകുന്നത് അവിടേക്കാണ്. ബൈബിളിലുള്ള പേരുകൾ എടുക്കുന്നത്. ഈ ഇടയിലുള്ള ഈ 2000 വർഷ കാലഘട്ടം ഉണ്ടല്ലേ, അത് ഈ 2000 വർഷത്തിലുള്ള ആൾക്കാരുടെ അവരുടെ ഒരു ആളുടെ പേരെങ്കിലും പറയാനുണ്ട്? ഇല്ലാന്നേ. അപ്പൊ അങ്ങനത്തെ ലൊട്ടിലൊടുക്ക് വംശാവലി അല്ല ഈ പറയുന്നത്. കൃത്യമായിട്ട് അവിടെ മുതൽ ഇവിടെ വരെ എത്തുന്ന വംശാവലി. അത് നിങ്ങൾക്ക് എവിടെ നിന്ന് എടുക്കാനുണ്ടാ? ഇല്ല. ഇനി നിങ്ങൾ അങ്ങനെ ഒരു വംശാവലി കൊണ്ടുവന്നിട്ട് വല്ല കാര്യമുണ്ടാ? കാര്യവും ഇല്ല. കാരണം മുഹമ്മദ് തന്നെ തന്റെ വംശാവലി പറയുന്നുണ്ട്. പിതാമഹന്മാരെ പേര് പറയുന്ന സമയത്ത് പുള്ളി ചെന്ന് നിൽക്കുന്നത് 30 ആളുകളുടെ ഇതിലാണ്. 30 ആണോ 28 ഏതായാലും അത്രേ ഉള്ളൂ. അത് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് മുഹമ്മദ് പറയുന്നുണ്ട്, ഇത്രയേ എനിക്കറിയാവുന്നുള്ളൂ, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ആര് പറഞ്ഞാലും അവൻ കളവാണ് പറയുന്നതെന്ന് മുഹമ്മദ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 30 ആൾക്കാരെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ ആളുകൾ എന്നൊക്കെ പറഞ്ഞ ഒരു 20 വയസ്സാകുമ്പോഴേക്കും കല്യാണം കഴിക്കുന്നവരാണ്. 18-20 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കല്യാണം കഴിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ എത്രയാണ്? ഒരു 600
വർഷം, അതായത് 20 വർഷത്തിൽ അവൻ അടുത്ത തലമുറയെ ജനിപ്പിച്ചു, പിന്നെ അടുത്ത 20 വർഷത്തിൽ അടുത്ത തലമുറ, അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ 600 കൊല്ലം. 600 കൊല്ലം എന്ന് പറയുന്നത് മുഹമ്മദ് യേശു ക്രിസ്തുവും തമ്മിലുള്ള കാലഘട്ടം, ആ ഒരു ഇതല്ലേ വരുന്നുള്ളത് അവിടെ. അപ്പോൾ അവിടെ എത്തുള്ളൂ. ഒന്നുകിൽ AD 1-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ BC 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടം, അത്രത്തോളം എത്തുകയുള്ളൂ. അവിടുന്ന് ഈ ഇസ്മായിൽ വരെയുള്ള കാലഘട്ടത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു രക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് ചുമ്മാ തള്ളാമെന്നേ ഉള്ളൂ. മുഹമ്മദ് അബ്രഹാമിൻ്റെ സന്തതിയിൽപ്പെട്ടാണ്, നിങ്ങൾക്ക് തള്ളാമെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് തെളിയിക്കാനൊന്നും പറ്റില്ല, ചുമ്മാ തള്ളു മാത്രമാണ്. ഇനി ഈ ഹദീസുകളിൽ നോക്കിക്കഴിഞ്ഞാൽ വേറെ രസം ഉണ്ട്. ഈ മുഹമ്മദ് പരിച്ഛേദനയേറ്റ കാര്യമൊന്നും ഹദീസുകളിൽ പറയുന്നില്ല കേട്ടോ, അത് വേറെ കാര്യം. സ്വഹാബിമാർ പരിച്ഛേദനയേറ്റ കാര്യത്തെക്കുറിച്ചും അതിനകത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു കാര്യമുള്ളത്, പുരുഷപ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണമെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിലുള്ള, നമ്മൾ നേരത്തെ വായിച്ചല്ലോ, പുരുഷപ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് മാത്രമായിട്ട് ദൈവം വച്ചിരിക്കുന്ന സംഗതിയാണിത്, വേറെ എല്ലാവർക്കായിട്ടുള്ള സംഗതിയല്ല. ഈ പുരുഷപ്രജ എന്ന് പറഞ്ഞിരിക്കെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിലേക്ക് വരുമ്പോൾ രസം എന്താണെന്നറിയോ? സുനാൻ അബൂദാവൂദിൽ നിന്നുള്ള ഒരു ഹദീസ് ഞാൻ വായിക്കാം. സുനാൻ അബൂദാവൂദ് 41 ഹദീസ് നമ്പർ 5251. Narrated Adi al-Ansariya, a woman used to perform circumcision in Medina. The Prophet said to her, "Do not cut severely, as that is better for a woman and more desirable for a husband." അതായത് സ്ത്രീകളുടെ പരിച്ഛേദനയാണ് ഇവിടെ കാണുന്നത്. ഒരു സ്ത്രീകൾ പരിച്ഛേദന ഏൽക്കും, അതിപ്പോൾ ഇപ്പോഴും ഉണ്ട്, അത് പലയിടങ്ങളിലും അത് നമുക്കറിയാം. ഈ സ്ത്രീകളുടെ പരിച്ഛേദനയുടെ കാര്യം നമുക്കറിയാവുന്നതാണ്. ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ തന്നെ അത് ഉള്ളതൊക്കെ ആയിട്ടുള്ള പല റിപ്പോർട്ടുകളും വരികയുണ്ടായല്ലോ, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇവരുടെ ഇടയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ബൈബിളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പുരുഷപ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം. എന്നാൽ മുഹമ്മദ് ഇസ്ലാമിനകത്ത് സ്ത്രീകളുടെ പരിച്ഛേദന. അപ്പോൾ ഈ സ്ത്രീകളുടെ പരിച്ഛേദന ആ ഒരു സ്ത്രീയാണത് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ ഒസാമാർ ചെയ്യുന്നത് പോലെ ഒരു സ്ത്രീയാണത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മുഹമ്മദ് അവളോട് പറയാണ്, അധികം കഠിനമായിട്ട് മുറിക്കരുത്, അങ്ങനെ കൂടുതൽ അങ്ങോട്ട് മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീക്ക് അത് ഉത്തമമാണ്, പക്ഷേ ഈ ഭർത്താവിന് വലിയ ഇത് ചെയ്യില്ല, കുറേ ഗുണം കിട്ടുന്ന കാര്യമല്ല എന്ന് വെച്ചാൽ ലൈംഗിക സുഖത്തിൻ്റെ കാര്യം മുഹമ്മദ് ഈ പറയുന്നത്. ലൈംഗിക സുഖം കിട്ടാൻ വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിളിൽ പരിച്ഛേദന കൊടുത്തത് ലൈംഗിക സുഖം ഞാൻ വേണ്ടാന്ന് വെക്കുന്നുള്ളതിന് തെളിവ്, അങ്ങനെ ഒരു ഇതാണ്, ഉടമ്പടിയാണത്. അഗ്രചർമ്മം ഉള്ളവൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ കിട്ടുന്ന സുഖത്തിനേക്കാളും കുറവാണ് ഈ പരിച്ഛേദന ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. അപ്പോൾ ദൈവത്തിന് വേണ്ടി ഞാൻ ആ ജഡത്തിൻ്റെ സുഖം വേണ്ടാന്ന് വെക്കുന്നു, ത്യജിക്കുന്നു എന്നുള്ള ആത്മീയ അർത്ഥമാണ് അതിനകത്തുള്ളതെങ്കിൽ, ഇവിടെ വരുമ്പോൾ മുഹമ്മദ് പറയണം അധികം മുറിക്കല്ലേ, മുറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കെട്ടിയവന് വലിയ സുഖം കിട്ടാൻ പോകുന്നില്ല എന്ന്. അപ്പോൾ മുഹമ്മദ് ഇതൊക്കെ കണ്ടിരുന്നത് ജഡസുഖത്തിന് വേണ്ടിയായിട്ടാണ്. സ്ത്രീയുടെ ക്ലിറ്റോറിസ് എന്ന് പറയുന്ന അവയവം കട്ട് ചെയ്ത് കളയുന്നത് പുരുഷന് കൂടുതൽ ലൈംഗിക സുഖം കിട്ടാൻ വേണ്ടിയാണെന്നാണ് മുഹമ്മദ് വിചാരിച്ചിരുന്നത്. മനസ്സിലായോ? അപ്പോൾ യഹോവയായ ദൈവം പരിച്ഛേദന നൽകിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പോലും സർവജ്ഞാനി എന്ന് അവകാശപ്പെടുന്ന അള്ളാഹുവിനോ അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്ന് പറഞ്ഞു നടക്കുന്ന മുഹമ്മദിനോ അറിയില്ലായിരുന്നതാണ് ഇതിന് മനസ്സിലാകുന്നത്. മനസ്സിലായ? അപ്പോൾ ഈ മുഹമ്മദിനും അള്ളാഹുവിനും പോലും അറിയാത്ത ഈ കാര്യത്തെക്കുറിച്ച് ഇന്നത്തെ മുസ്ലിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് നമ്മൾ വിചാരിക്കുന്നതിൽ ഒരടിസ്ഥാനവും ഇല്ല. അവന്മാർക്ക് ഇതിനെക്കുറിച്ചൊരു കുന്തം അറിയാൻ പോകുന്നില്ല. എന്തിനാണ് ഈ ചലാകർമ്മം അവർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പോലും ഉത്തരവില്ല, ഒരു ഇതുമില്ലാതെ നടക്കുന്നവരാണ്. അതുകൊണ്ട് യഹോവ ഇസ്രായേൽ ജനത്തിന് കൊടുത്ത ആ കൽപ്പന അത് ഈ അള്ളാഹുവിൻ്റെ അടിമകൾ അനുസരിക്കേണ്ട ആവശ്യമില്ല, അവരനുസരിക്കുന്നുമില്ല. അവരനുസരിക്കുന്ന വേറെ എന്തോ സംഭവം, എവിടെന്നോ മുഹമ്മദ് കണ്ടു കോപ്പി അടിച്ച സാധനം. അത് തോന്നിയ ദിവസങ്ങളിലൊക്കെയാണ്. എട്ടാം ദിവസം പരിച്ഛേദന ഏൽപ്പിക്കണമെന്ന് കൃത്യമായിട്ട് പ്രമാണത്തിലുള്ളപ്പോൾ 8-ാം ദിവസമൊന്നുമല്ല, തോന്നിയ സമയത്താണ് ഇവന്മാർ ഇത് ചെയ്യുന്നത്, 7-8 വയസ്സായി കഴിയുമ്പോൾ. അതുമാത്രമല്ല, സ്ത്രീകളുടെ പരിച്ഛേദന എന്ന് പറയുന്നൊരു സംഗതിയെക്കുറിച്ച് ബൈബിൾ പറയാതിരിക്കുമ്പോൾ ഇവരതും ചെയ്യുന്നു. എന്നിട്ട് ഇതെന്തിനു വേണ്ടി ചെയ്യുന്നതെന്ന് വെച്ചാൽ മുഹമ്മദ് പറയുകയാണ് അത് സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവരുടെയൊക്കെ ഒരു ഗതികേടൊന്ന് ആലോചിച്ച് നോക്കിയേ. മറ്റുള്ളവരുടെ പുസ്തകം എടുത്തിട്ട് സ്വന്തം മതത്തിലെ ആചാരത്തിനായിരിക്കാൻ വരുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണ്ടേ? ഈ ചലാകർമ്മം എന്ന് പറയുന്ന സാധനം അത് ക്രിസ്ത്യാനികൾ ചെയ്യുന്നില്ല, ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ അബ്രഹാമിന്റെ ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണല്ലോ ഈ പുസ്തകം എടുത്തത്. നിങ്ങളുടെ സ്വന്തം പുസ്തകം ഇല്ലാണ്ട് ഇവിടെ ഒന്ന് എടുത്തുകൊണ്ട് വന്ന്. പക്ഷെ ഞങ്ങൾ ക്രൈസ്തവർ എന്തുകൊണ്ട് ചെയ്യാതിരിക്കുന്നുള്ളതിന് ഞങ്ങൾക്ക് വ്യക്തമായ തിയോളജിക്കൽ റീസൺ ഉണ്ട്. അത് കേവലം നിഴലായിരുന്നു.
ഞങ്ങൾ ഇന്ന് നിഴലിനല്ല ആശ്രയിക്കുന്നത്, ഞങ്ങൾ പൊരുളായ ക്രിസ്തുവിനെ ആശ്രയിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൽ ഞങ്ങൾക്ക് ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ പഴയ മനുഷ്യൻ്റെ ഒരു തൊലി അതൊന്നുമല്ല, പഴയ മനുഷ്യനെ തന്നെ ഞങ്ങളങ്ങ് ഉരിഞ്ഞു കളഞ്ഞ് ഇന്ന് ഞങ്ങൾ പുതിയ സൃഷ്ടികളായി നിൽക്കുകയാണ്. ക്രിസ്തുവിൽ ഞങ്ങൾ പുതിയ സൃഷ്ടികളായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇനി നിഴലിനെ ആശ്രയിക്കേണ്ടതില്ല. ഈ കാരണത്താലാണ് ക്രൈസ്തവരായ ഞങ്ങൾ പരിച്ഛേദന ചെയ്യാത്തത്. പക്ഷെ മുസ്ലിങ്ങളെ നിങ്ങളിതെന്തിനാ ചെയ്യുന്നത്? അത് പറ. നിങ്ങളിത് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? പറ. ഇതിൻ്റെ ആത്മീയ അർത്ഥം എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നതിൻ്റെ? ഒന്നും പറയാനില്ല. എന്നാലും ചുമ്മാ തള്ളിക്കൊണ്ട് നടക്കും. ഞങ്ങളാണ് അബ്രഹാമിൻ്റെ ആൾക്കാരെന്നും പറഞ്ഞ് ഈ തള്ളു മാത്രമേ ഉള്ളൂ. ഇനിയെങ്കിലും ഇതൊക്കെ നിർത്തി മാന്യം മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കും മക്കളെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നാണം കെടേണ്ടി വരില്ല. ഇപ്പം തന്നെ ഇങ്ങനെ ഈ റൂം ഇട്ടിട്ട് നിങ്ങൾ ന്യായീകരിക്കാൻ പോയതുകൊണ്ടല്ലേ ഞങ്ങൾ ഇതിന് മറുപടിയായിട്ട് ഈ വിശദീകരണമായിട്ട് വന്നത് അല്ലേ? ഇത് വല്ല ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? ഇങ്ങനെയൊക്കെ ചുമ്മാ തള്ളാൻ നോക്കുകയാണ് അല്ലേ? ഞങ്ങളുടെ അടുത്ത് നിങ്ങൾ തള്ളാനായിട്ടില്ല, തള്ളി വിജയിക്കുകയില്ല. തള്ളിക്കോ, പക്ഷെ തള്ളിയാൽ ജയിക്കുകയൊന്നുമില്ല. അള്ളാഹ് പോലും ഞങ്ങളുടെ മുമ്പിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറി രക്ഷപ്പെട്ട് ജീവൻ കിട്ടിയ നമ്മുടെ ഭാഗ്യം പറഞ്ഞ് രക്ഷപ്പെട്ടു നടക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ള ചീള് കേസുകളാണ് വന്നു കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും അള്ളാഹുവിനും മുഹമ്മദിനും പണി വാങ്ങിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വല്ല കാര്യമുണ്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ? നിങ്ങൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ഉടായ്പകളൊക്കെ കളാം. നിങ്ങൾ ഈ കോപ്പി അടിച്ച് നടക്കുന്ന ആ പുസ്തകമൊക്കെ വിട്ട് കളഞ്ഞിട്ട് ഒറിജിനൽ പുസ്തകത്തിലേക്ക് വാ. നിങ്ങളെടുത്ത് വായിച്ചല്ലോ നേരത്തെ ക്ലിപ്പ് ഞങ്ങൾ കേൾപ്പിച്ച ആ സാധനം, ഒറിജിനൽ പുസ്തകം, അതിലേക്ക് വാ നിങ്ങൾ. അല്ലാണ്ട് അത് തിരുത്തപ്പെട്ടതാണ്, കൈ കടത്തിയതാണ്, കാല് കടത്തിയാണെന്നൊക്കെ പറഞ്ഞ് അത് തള്ളിക്കളയുകയും നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് അതിലേക്ക് തന്നെ ഓടിപ്പോയിട്ട് ഒരു നാണവും ഇല്ലാതെ അതെടുത്ത് വായിക്കുകയൊക്കെ ചെയ്യുന്ന പരിപാടി നിർത്ത്. സ്വന്തം മനസാക്ഷിയോട് സത്യസന്ധത കാണിക്കും നിങ്ങൾ. അതെങ്കിലും ചെയ്യും. ഞങ്ങളോടൊന്നും കാണിക്കണ്ട. സ്വന്തം മനസാക്ഷിയോട് ആത്മാർത്ഥത പുലർത്തി ജീവിക്കാൻ ഇനിയെങ്കിലും നിങ്ങൾ ശ്രമിക്കുക. അത്രയേ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതിന് ദൈവം നിങ്ങളെയൊക്കെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. താങ്ക് യു അനിൽ ബദറെ. വളരെ മനോഹരമായ ഒരു വിഷയാവതരണമായിരുന്നു നമ്മളിപ്പോൾ കേട്ടത്. ദൈവം അനിൽ ബദറെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിനായി പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.